മാധ്യമപ്രവർത്തനത്തിൽ അവിചാരിതമായി വന്നുപെട്ട ഒരാളാണ് ഞാൻ. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് എന്ന ഗ്രാമമെന്നും പറയാം, ചെറുപട്ടണമെന്നും പറയാം. അങ്ങനെയൊരു സ്ഥലത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഞാൻ അന്ന് മാധ്യമപ്രവർത്തനമൊന്നും ആരുടെയും ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ ആളുകളുടെ കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ആളുകൾ. സ്വാഭാവികമായും ബാലസംഘത്തിലെത്തുന്നു. യു പി സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ബാലസംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പം അന്ന് അടിയന്തരാവസ്ഥയുടെ കാലമാണ്, പ്രകടനങ്ങളോ മറ്റൊന്നും ഇല്ല. ആ സമയത്താണ് എ കെ ജിയെ കാണാൻ പോകുന്നത്. എ കെ ജിയെ കാണുന്നത്, എ കെ ജിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ എ കെ ജിയെ കാണുന്നത് കൂത്തുപറമ്പ് മാറോളിഘട്ടിൽ എ കെ ജി അസുഖബാധിതനായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ ഒരു പ്രസംഗം തുടങ്ങാൻ എ കെ ജി എണീച്ചു. എ കെ ജി കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം അപ്പോൾ പറയുന്നത് ഇനി സുശീല സംസാരിക്കുമെന്നാണ്. അന്ന് ആ പ്രസംഗം മുഴുമിപ്പിച്ചത് സഖാവ് സുശീല ഗോപാലനായിരുന്നു. അപ്പോൾ അന്ന് തന്നെ, ആ സമയത്ത് തന്നെ എ കെ ജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എ കെ ജിയോട് വലിയൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നിയ ഒരു ഘട്ടം. അത് കഴിഞ്ഞ് പിന്നെ 7ാം ക്ലാസ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് മാർച്ച് 21-ന് എ കെ ജിയുടെ മരണം. അപ്പം അന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. അതൊന്നും വലിയൊരു ധാരണയില്ല. എന്നാലും ചുവപ്പ് കൊടി, CPM, എ കെ ജി, പാട്യം ഗോപാലൻ തുടങ്ങിയ പേരുകളോടൊക്കെയുള്ള വലിയൊരു ആവേശം. അന്ന് 7ാം ക്ലാസ്സിലെ പരീക്ഷാ ദിവസമായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു ചോദ്യം മുന്നിൽ വന്നു, എങ്ങോട്ട് പോകണം. അപ്പോൾ ഭാഗ്യവശാൽ, അന്ന് അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അന്ന് അവധി വന്നു. അല്ലെങ്കിൽ പരീക്ഷ ബഹിഷ്കരിച്ച് എ കെ ജിയെ കാണാൻ പോകുക എന്നതായിരുന്നു അജണ്ട. അങ്ങനെ അന്ന് പെരളശ്ശേരി ഒരു വലിയൊരു ജനസാഗരമാണ്. വളരെ കുറച്ച് ആളുകൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോയി കുറേ ദൂരം, കോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി നടക്കുകയാണ്. നടന്ന് ചെല്ലുമ്പോൾ എ കെ ജിയുടെ ബോഡിയുമായിട്ടുള്ള വാഹനം വരുന്നുണ്ട്. തുറന്ന ബസ്. ഇരിക്കുന്ന ആളുകളൊക്കെ ദേശാഭിമാനിയിൽ ചിത്രം കണ്ടിട്ടൊക്കെ അറിയാം. അങ്ങനെ ആ കണ്ടതിൻ്റെ ആവേശം, എ കെ ജിയുടെ ബോഡി കാണുന്നു. ദൂരെ നിന്ന് കാണുന്നു, അടുത്തൊന്നും കാണുന്നില്ല. അത് ജീവിതത്തിലൊരു മറക്കാനാവാത്ത അനുഭവമാണ്. എ കെ ജി എപ്പോഴും മനസ്സിൽ ഉള്ളത് അന്നത്തെ ആ കാഴ്ച കൊണ്ടല്ല, മറിച്ച് അത് കഴിഞ്ഞ് എ കെ ജിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. പെരളശ്ശേരി എ കെ ജി മന്ദിരം തകർത്തിരുന്നു. എ കെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥശാലയും വായനശാലയും ഉണ്ടായിരുന്നു. അത് തകർത്ത് കളഞ്ഞു അടിയന്തരാവസ്ഥക്കാലത്ത്. ആ മന്ദിരം കാണാൻ പോവുക, അവിടെ തകർത്തിട്ട മൈക്ക്, കത്തിച്ച പുസ്തകത്തിൻ്റെ ബാക്കി, ഇതൊക്കെ കാണുക. അപ്പോൾ നമ്മുടെ ഒരു തനിയൊരു ആവേശം മനസ്സിൽ വരും. അന്ന് ഈ ദാർശനിക കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അടിയന്തരാവസ്ഥ അവസാനിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ ഒരു വലിയ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ബസവ പുന്നയ്യ, BT രണദിവെ തുടങ്ങിയ നേതാക്കളൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ നാട്ടിലൂടെ ഓടുന്നൊരു ബസ്, ആ ബസ്സിൻ്റെ പേര് ഓർമ്മയുണ്ട്, സുമംഗലി ബസ് എന്നായിരുന്നു പേര്. ആ ബസ്സിലാണ് ഞങ്ങളൊക്കെ പോകുന്നത്. പോയി തിരിച്ചു വരുമ്പോൾ മമ്പ്രം എന്ന സ്ഥലത്തെത്തി. മമ്പ്രത്തെത്തുമ്പോൾ ബസ്സിന് നേരെ കല്ലേറാണ്. ഒച്ച കേട്ടതേ ഉള്ളൂ, കല്ലെറിയുന്നൊന്നും കണ്ടില്ല. അപ്പോൾ പലരും പറഞ്ഞു കല്ലേറാണ്. ഞങ്ങൾ പെട്ടെന്ന് വിട്ടു. അപ്പോൾ പിന്നെ എന്താ മമ്പ്രത്തിൻ്റെ പ്രശ്നം? ആ മമ്പ്രത്തിൻ്റെ പ്രശ്നം ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും അറിയാം. മമ്പ്രത്തിന് തൊട്ടടുത്താണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ വീട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ആ വഴി പോകാൻ പറ്റില്ല. അഥവാ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മനസ്സിലായാൽ ബസ്സിൽ കയറി തല്ലും. തല്ല് ചിലപ്പോൾ അതിനേക്കാൾ ആ പരിധി വിടും. അപ്പം അങ്ങനെയുള്ള സ്ഥലമായിരുന്നു. ആ സ്ഥലത്താണ് ഞങ്ങൾ ഞങ്ങൾ കൊച്ചുങ്ങളാണല്ലോ, അല്ല മുതിർന്നവരുടെ കൂടെയാണ് പോകുന്നത്. ആ ബസ്സിന് നേരെ കല്ലേറുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആക്രമണം അതെന്തിന്? ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വരുന്ന ചോദ്യങ്ങളാണ്. പിന്നീട് 78-ന് ഒരു ദിവസം രാവിലെ, അതിരാവിലെ, അന്ന് വാഹനങ്ങൾ അധികമൊന്നുമില്ല, ഒരു കാറ് വീട്ടിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. 4:30-5 മണിയാവും.
വന്ന് വാതിലിന് മുട്ടുകയാണ്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം പരിചയമുള്ള, ഞങ്ങളുടെ വീടുമായി അടുത്ത ബന്ധമുള്ള KV വാസുവേട്ടനാണ്. KV വാസു എന്ന പേരിപ്പോൾ പലർക്കും അറിയാം, മിക്കവാറും ആളുകൾക്കറിയാം. കൂത്തുപറമ്പ് രക്തസാക്ഷി KV റോഷൻ്റെ പിതാവാണ് KV വാസു. അദ്ദേഹം അന്ന് CPIMൻ്റെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി മെമ്പറാണ്, CITUവിൻ്റെ പ്രധാന നേതാവാണ്, അവിടുത്തെ മികച്ച പ്രസംഗകനാണ്, ഒക്കെയാണ്. അദ്ദേഹം രാവിലെ വന്ന് വാതിൽ മുട്ടുകയാണ്. വാതിൽ മുട്ടി തുറക്കുന്നത് അന്ന് ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഞാനാണ്, 8ാം ക്ലാസ്സിൽ. തുറന്ന് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ പേര് PP നാണു മാസ്റ്റർ എന്നാണ്, അച്ഛൻ ബാലൻ. അപ്പോൾ അദ്ദേഹത്തെയാണ് ചോദിക്കുന്നത്, ഇളയച്ഛനാണ് ചോദിക്കുന്നത്. ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി. അന്ന് കൂട്ടുകുടുംബമാണ് ഞങ്ങളെല്ലാവരും, അച്ഛമ്മയും അച്ഛനും ഇളയച്ഛനും 2 കുടുംബവും ഞങ്ങളൊക്കെ ഒന്നിച്ച് താമസിക്കുകയാണ്. ഞാൻ വിളിച്ചു ഉടനെ ഇറങ്ങി വന്ന് പിന്നീട് തിരിച്ചു വരുന്ന ഇളയച്ഛൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നാട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്, സ്കൂൾ അധ്യാപകനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്, അങ്ങനെ പാർട്ടി നേതാവാണ്, പ്രാദേശിക നേതാവ്. അദ്ദേഹം അവിടെ പൊട്ടിക്കരയാണ്. എന്താണ് എന്ന് പെട്ടെന്നൊന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അന്ന് വന്ന വിവരം സഖാവ് പാട്യം ഗോപാലൻ അന്തരിച്ചു എന്നതായിരുന്നു. അന്നാണ് പാട്യം ഗോപാലൻ ആരാണ്, അദ്ദേഹത്തോട് പാർട്ടി സഖാക്കൾക്കുള്ള സ്നേഹം എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ഒരു അനുഭവമായിരുന്നു ആ കരച്ചിൽ. അതിന് മുമ്പോ പിമ്പോ അതിനുശേഷം മരണം വരെ അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഇളയച്ചൻ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം, അപ്പോൾ ആ ബന്ധം ഏതാണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പാട്യം ഗോപാലൻ സഖാവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുജൻ പാട്യം രാജേട്ടൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ, അല്ലെങ്കിൽ മുതിർന്ന ഒരു സഹോദരനെ പോലെ ഞങ്ങൾ വലിയ ബന്ധത്തിലായിരുന്നു. അന്ന് പാട്യം ഗോപാലൻ, പിണറായി വിജയൻ, ഇവർ 2 പേരുമായിരുന്നു ഒരേ സമയത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത്. അദ്ദേഹം അന്ന് MP ആയിരുന്നു, പാർലമെൻറ്റ് അംഗമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇടയ്ക്ക്, അന്ന് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒളിവിൽ കഴിയാനൊക്കെയുള്ള ഒരു വീട് എന്ന നിലയിൽ ആ വീട്ടിൽ വരാറുമുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. ഇത് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വേവലാതി. അങ്ങനെ ആ പാട്യം മരിച്ച അവിടേക്കും പോകാൻ കഴിയുന്നു. ബാലസംഘത്തിന് വേണ്ടി ബാലസംഘത്തിൻ്റെ അവിടുത്തെ ഒരു പുഷ്പചക്രം അവിടെ വെക്കാനും കഴിയുന്നു. അത് മനസ്സിൽ മറ്റൊരു ഓർമ്മയാണ്. അത് കഴിഞ്ഞ് പാട്യം എല്ലാ വർഷവും സെപ്റ്റംബർ 27-ന് പാട്യം ദിനം ആചരിക്കും. ആ പാട്യം ദിനാചരണം എന്ന് പറയുന്നത് ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെ ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ ഒരു പശ്ചാത്തലം പറയാനാണ്. കാരണം ഇത് ഒരു ഏത് തലത്തിൽ നിന്നാണ് വന്നത് എന്നത് വിശദീകരിക്കാനാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് വിദ്യാഭ്യാസം പോകുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അപ്പോഴേക്ക് SFIയിൽ സജീവമായി പ്രവർത്തനം തുടങ്ങുകയാണ്. SFIയുടെ കൂത്തുപറമ്പ് ഏരിയ പ്രസിഡൻറ്റ് അതായിരുന്നു. അന്ന് കൂത്തുപറമ്പ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പേരാവൂർ ഏരിയ അടക്കമുള്ള ഒരു വലിയ പ്രദേശം, കൊട്ടിയൂർ, പേരാവൂർ, കേളകം, കണിച്ചാർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മേഖലകൾ ഉൾപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം അന്ന് SFIയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നു. ആ സമയത്ത് നടക്കുന്നൊരു സമരമുണ്ട്, പോളിടെക്നിക് സമരം. പോളിടെക്നിക്ക് കേരളത്തിൽ 30 സ്വകാര്യ പോളിടെക്നിക് അനുവദിച്ച തീരുമാനത്തിനെതിരായിട്ട് SFI സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നു. ആ സമരത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുകയാണ്. സമരം തുടർച്ചയായി പോകുന്നു. കേരളത്തിലാകെ മർദ്ദനം ഉണ്ടാകുന്നു, പോലീസ് മർദ്ദനം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ദിവസം സമരം. ആ സമരം കൂത്തുപറമ്പിൽ റോഡ് തടയാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അന്ന് SFIയുടെ ഞങ്ങളുടെ കൂടെയുള്ള SFI ഏരിയ സെക്രട്ടറി KV ഗംഗാധരൻ എന്ന് പറഞ്ഞ സഖാവായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ റോഡ് കിടന്ന് പിക്കറ്റ് ചെയ്യുകയാണ്. അന്ന് P ജയരാജനാണ് കൂത്തുപറമ്പ് പാർട്ടി ഏരിയ സെക്രട്ടറി. അപ്പോൾ ഞങ്ങൾ റോഡിൽ കിടന്ന് പിക്കറ്റ് ചെയ്യുമ്പോൾ അലക്സാണ്ടർ ജേക്കബ്, പിന്നീട് DGP ആയി വിരമിച്ച അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹം അന്ന് തലശ്ശേരി ASP ആയി ചാർജ് എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. അപ്പോൾ പോലീസ് തല്ലുന്നുണ്ട്. അപ്പോൾ പോലീസ് തല്ലാൻ തുടങ്ങിയില്ല, പോലീസുമായി പിടിവലി നടക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് അലക്സാണ്ടർ ജേക്കബ് ഒരു വണ്ടിയിൽ വന്നിറങ്ങുകയാണ്. വണ്ടിയിൽ ഇറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടല്ല, പക്ഷേ ലാത്തി ചാർജ് ആരംഭിച്ചു പൊതിരെ തല്ല് കിട്ടുന്നു. തല്ല് കിട്ടി
ഞങ്ങൾ 15 പേര് കസ്റ്റഡിയിലാവുന്നു. കസ്റ്റഡിയിലാവുന്നത് അപ്പോൾ ആ സമയത്ത് വളരെ പാവങ്ങളായിട്ട് ഞങ്ങൾ നിൽക്കുകയല്ലേ ചെയ്തത്. അത്യാവശ്യം പോലീസ് പിടിച്ചു വലിക്കുമ്പോൾ തിരിച്ചു വലിക്കുകയും പോലീസിനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റേഷനകത്ത് ചെല്ലുന്നു. അപ്പോൾ അന്ന് പി ജയരാജൻ എസ് എഫ് ഐ സമരത്ത് കാണാൻ വന്നതായിരുന്നു. അദ്ദേഹം ആ സമരത്തിൽ പങ്കെടുത്തില്ല. സമരം നടക്കുന്നുണ്ട്, ലാത്തിച്ചാർജ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗത്തേക്ക് വന്നതായിരുന്നു. അദ്ദേഹമുണ്ട്. ഇപ്പോഴത്തെ റെയ്ഡ്കോ ചെയർമാൻ കൂടിയായ എം സുരേന്ദ്രനുണ്ട്. പിന്നീട് CPM വിട്ട് CMBയിലേക്ക് പോയ നമ്മുടെ കെ പവിത്രനുണ്ട്. അങ്ങനെ കുറേ ആളുകൾ. ഇപ്പോൾ വലിയ പ്രസംഗകനായ സുരേഷ് ബാബു, കേരളമാകെ ശ്രദ്ധിക്കുന്ന പ്രഭാഷകനായ സുരേഷ് ബാബു, അദ്ദേഹമുണ്ട്. ഞങ്ങൾ 15 പേര്. അപ്പോൾ ഞങ്ങൾക്ക് തല്ല് കിട്ടിയിട്ടാണ് സ്റ്റേഷനിൽ പോകുന്നത്. അവിടെ ചെന്ന് ലോക്കപ്പിൽ ഇരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ വീണ്ടും വന്ന് തെറി വിളിക്കുകയാണ്. ആ തെറി വിളിക്കുമ്പോൾ ആ തെറിയെ അധികരിച്ച് ഒരു തമാശ സഖാവ് പി ജയരാജൻ്റെ ചെവിയിലേക്ക് പറയുന്നു. ആ പറഞ്ഞതുടനെ സ്വാഭാവികമായും ആ തമാശ കേട്ടാലുള്ള പ്രതികരണ നിലയിൽ ഒരു ചിരി വരുന്നു. ചിരിച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്ക് തല്ല് പിന്നെയും വീഴുകയാണ്. റെഡി അടിച്ചിട്ടു. പക്ഷേ ചോര വല്ലാതെ വരുന്നു. പി ജയരാജൻ ക്ഷുഭിതനാകുന്നു. പോലീസുമായി വീണ്ടും വാക്കേറ്റം ഉണ്ടാകുന്നു. അപ്പോഴേക്ക് അലക്സാണ്ടർ ജേക്കബ് വീണ്ടും വരുന്നു. ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വരുന്നു. ഞങ്ങളുടെ ഈ ദയനീയാവസ്ഥ കാണുന്നു. അദ്ദേഹം പറയുന്നു ഉടനെ വിദഗ്ധ ചികിത്സ കൊടുക്കണം, മികച്ച ചികിത്സ കൊടുക്കണമെന്ന്. അപ്പോഴും ഞങ്ങൾ വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ്. ഈ മികച്ച ചികിത്സ എന്ന് പറയുന്നത് വീണ്ടും തല്ല് തരാനാണോ എന്നൊരു തെറ്റിദ്ധാരണ. പക്ഷേ ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു, മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുന്നു, കണ്ണൂർ ജയിലിൽ പോകുന്നു. അപ്പോൾ ഞാൻ ഇതും ഇത്രയും വിശദമായി പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറയുന്നതിന് ഒരു കാര്യം മാത്രം പറയാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ SFI പ്രവർത്തനം എന്ന് പറയുന്നത് തല്ല് വാങ്ങുന്നതും അത്യാവശ്യം കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാലമായിരുന്നു. SFI ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്ത് പഠനം? കാരണം വീട്ടിൽ വലിയ സാഹചര്യമൊന്നുമില്ല. ജോലി വേണം. എന്ത് ജോലി കിട്ടും? അപ്പം അങ്ങനെ മലബാർ കോട്ടയിൽ തിരുവനന്തപുരം ലോ കോളേജിൽ LLBക്ക് ചേരാനായി വരുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം. പക്ഷേ അത് ആദ്യ ദിവസം അവിടെ ചെന്നതേ ഉള്ളൂ. പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അതിന് കാരണം ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും പിന്നീട് തിരുവനന്തപുരത്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എൻ്റെ മാനസികമായ പ്രശ്നം, 2 സാമ്പത്തികമായി എന്താവുമെന്നുള്ള ഭീതി ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു ചെല്ലുന്നു. നേരെ കോട്ടയത്ത് HDCക്ക് ചേരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരുപാട് SFI പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതല്ലോ. അങ്ങനെ കോട്ടയത്ത് ചെന്ന് അപ്പോഴാണ് ദേശാഭിമാനിയിലേക്ക് ആളെ വേണം എന്ന് പറഞ്ഞ് പരസ്യം വരുന്നത്. അന്ന് പരസ്യമായിരുന്നില്ല, പാർട്ടി കമ്മിറ്റികളിലെ റിപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ സഖാവ് പി ജയരാജൻ തന്നെ എന്നെ വിളിക്കുന്നു. നിൻ്റെ പേരിൽ ഒരു അപേക്ഷ അയച്ചേ തീരൂ എന്ന് പറയുന്നു. ഞാൻ അയ്യോ എനിക്ക് പത്രപ്രവർത്തനമൊന്നും അറിയില്ല, ഞാൻ എന്തെഴുതാനാ? അല്ല, നീ എന്തെഴുതുന്നൊക്കെ എനിക്കറിയാം, നീ എന്തായാലും അപേക്ഷ കൊടുക്കണമെന്ന് പറയുന്നു. അന്ന് എൻ്റെ ഓർമ്മ അദ്ദേഹം തന്നെ എഴുതി ഞാൻ ഒപ്പിട്ട് അയച്ചതാണോ അല്ല ഞാൻ എഴുതിയിട്ട് അദ്ദേഹം നിർബന്ധപൂർവ്വം അയപ്പിച്ചതാണോ എന്നുള്ള ഒരു ഓർമ്മ പെശക എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്തായാലും അയക്കുന്നു. ഞാൻ അത് കണക്കാക്കാതെ HDC കോഴ്സ് തുടരുന്നു. അപ്പോഴേക്ക് പരീക്ഷ വരുന്നു. പരീക്ഷയ്ക്ക് കണ്ണൂരിന്നാണ് പോകുന്നത്. അപ്പോൾ ദേശാഭിമാനിയിൽ എന്തായാലും പത്രപ്രവർത്തനം നടത്താനുള്ള ഒരു കഴിവ് എനിക്കില്ല എന്നൊരു അപകർഷതാബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ നേരെ അന്ന് കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്, തലശ്ശേരിയിൽ നിന്ന്. ആ സമയത്ത് അതും ഒരു ചെറിയൊരു കഥയാണ്. ആ സമയത്ത് MV രാഘവൻ്റെ പ്രശ്നം വളരെ രൂക്ഷമായ ഒരു ഘട്ടമായിരുന്നു. ബദൽ രേഖ, അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അന്ന് കാൽനട ജാഥ എല്ലാ സ്ഥലത്തും നടക്കുന്നു. കൂത്തുപറമ്പിലെ ജാഥ അത് നയിക്കുന്നത് സഖാവ് VP ജയരാജനായിരുന്നു. അപ്പോൾ ഒരുപാട് നടക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ ആ ജാഥയിൽ ഒരാളായിരുന്നു ഞാനും. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞങ്ങളൊക്കെ MV രാഘവൻ്റെ ആളുകളാണ് എന്ന് വലിയൊരു പ്രചാരണം വന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ ജാഥയിൽ നടത്തുക എന്നുള്ള പാർട്ടി തീരുമാനം
നടന്നു, പറ്റുന്നിടത്തെല്ലാം ചെറുതായിട്ട് പ്രസംഗിച്ചു, അങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പോഴാണ് ഈ ദേശാഭിമാനിയിലെ പരീക്ഷ വരുന്നത്. അപ്പോൾ അന്ന് ജാഥ റിമോട്ടായിട്ട് ചിറ്റാരിപ്പറമ്പിലോ മറ്റോ ആണ് ജാഥ നിൽക്കുന്നത്. അന്ന് ജാഥയുടെ കൂടെ ഒരു ജീപ്പാണ് ഉണ്ടാവുക. ആ ജീപ്പിൽ നിർബന്ധപൂർവം തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാൻ പറഞ്ഞ് എന്നെ അയക്കുന്നത് സഖാവ് വി പി ജയരാജനാണ്. അപ്പോൾ ആ ജീപ്പിൽ കയറി അവിടെ അന്ന് ജീപ്പിൽ ഒറ്റയ്ക്ക് പോകാൻ തന്നെ പറഞ്ഞൊരു ഗവയാണ്, പാർട്ടി കൊടിയെല്ലാം വെച്ച ജീപ്പാണ്. അപ്പോൾ അതിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നു. കോഴിക്കോട്ടേക്ക് ആകെ 1.25 മണിക്കൂറേ ഉള്ളൂ യാത്ര. കോഴിക്കോട്ടേക്ക് പോകുന്നു. അപ്പോഴേക്ക് പരീക്ഷയ്ക്ക് പിന്നെയും സമയമുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ. എന്തു ചെയ്യും? പിന്നീട് ദേശാഭിമാനിയിൽ റെസിഡൻ്റ് എഡിറ്ററായ വി വി പരമേശ്വരൻ, ഞങ്ങളുടെ ഒരു SFIയിൽ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിടെ ക്രൗൺ തിയേറ്ററിൽ ഒരു ഇംഗ്ലീഷ് സിനിമ കാണാൻ പോകുന്നു. സിനിമ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂർത്തി മാഷാണ് അവിടെ ഉള്ളത്. മൂർത്തി മാഷോട് പറഞ്ഞു, മൂർത്തി മാഷ് എന്തോ പറഞ്ഞു, എന്നാലും വഴക്കൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും പരീക്ഷ കയറിയിരിക്കുന്നു. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പരീക്ഷ ഒരു ചടങ്ങിൽ എഴുതിയെന്നേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സിനിമ ആണോ? ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും എഴുതി പോയി, തിരിച്ച് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു പ്രത്യേക ഘട്ടത്തിൽ കോട്ടയത്ത് നിന്ന് വീട്ടിലെത്തുമ്പോഴാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് അന്നേരം SFIക്കാരെല്ലാം കൂട്ടി ചേരും. ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ദേശാഭിമാനിയിലെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന കത്ത് വരുന്നത്. അപ്പോഴേക്കും കൺഫ്യൂഷൻ. അന്ന് ദേശാഭിമാനിയിൽ ശമ്പളം ഉണ്ടാവുമോ, ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു സംശയം പാർട്ടി സഹാക്കൾക്കുണ്ടായിരുന്നു. അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്തു ചെയ്യും? ഞാൻ നിർബന്ധം പിടിച്ച് പോയേ തീരൂ. വീട്ടിൽ ഇളയച്ചനും അച്ഛൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഇളയച്ചനും പറഞ്ഞു, അയ്യോ അത് വേണോ? അപ്പോൾ പി ജയരാജൻ പറഞ്ഞു, നീ പോകുന്നതാണ് നന്നാവുക. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് പിണറായിയാണ്. അപ്പോൾ ഞാൻ സഖാവിൻ്റെ അടുത്ത് പോയി. രാവിലെ 9 മണിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി. അല്ല നീ പോകുന്നില്ലേ? അല്ല അത് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പോയി ജോയിൻ ചെയ്താൽ മതി. ശരി, നമുക്ക് എന്നിട്ട് കാണാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും 1987 ദേശാഭിമാനി കൊച്ചിയിൽ വരുന്നു. സഖാവ് EMS അതിന് മുമ്പ് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും EMSനോട് മുഖാമുഖം നിന്ന് സംസാരിക്കാനുള്ളൊരു അവസരം അന്നാണ് വരുന്നത്. അപ്പോൾ EMSുമായിട്ട് സംസാരിക്കുന്നു. EMS ആണ് ഉള്ളത്. അതിന് മുമ്പ് ഇൻ്റർവ്യൂ ഒക്കെ നടന്നിരുന്നു. ഇൻ്റർവ്യൂ ചെയ്തത് MM ലോറൻസ്, സഖാവ് S രാമേന്ദ്രൻ പിള്ള, VV ദക്ഷിണാമൂർത്തി, ഇങ്ങനെ 3 പേരായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ. എന്തായാലും അന്ന് ഞങ്ങൾ ഒരു 16 പേരെയാണ് ദേശാഭിമാനിയിൽ തിരഞ്ഞെടുക്കുന്നത്. ഈ 16 പേരെന്ന് പറയുമ്പോൾ ദേശാഭിമാനിയിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന 2ാമത്തെ ബാച്ചായിരുന്നു. ആദ്യത്തെ ബാച്ചിലാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. NB ചന്ദ്രശേഖരൻ ഇപ്പോൾ കൈരളിയിലുള്ള. അപ്പോൾ 2ാമത്തെ ബാച്ചുകാരാണ് ഞങ്ങൾ. ആ ബാച്ചിൽ അന്നേരം പരസ്പരം അറിയുന്ന ഞങ്ങൾ കെ ബാലകൃഷ്ണൻ, പിന്നീട് VSൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന കെ ബാലകൃഷ്ണൻ, ഞാൻ, അങ്ങനെ പരസ്പരം നേരത്തെ നന്നായി അറിയാവുന്ന, എനിക്കറിയാവുന്ന കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പരിചയപ്പെട്ടു. സ്വാഭാവികമായിട്ട് പരിചയപ്പെടണമല്ലോ. അപ്പോൾ കെ മോഹൻദാസ്, ജോൺ ബ്രിട്ടാസ്, മരിച്ചുപോയ ഫൽഗുനൻ, എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല, KV സുധാകരൻ, മനോഹരൻ മോറായി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളൊരു ബാച്ചായിരുന്നു, 16 പേര്. അപ്പോൾ എങ്ങനെയാണ്? അന്ന് 2 എഡിഷനേ ഉള്ളൂ ദേശാഭിമാനിക്ക്, കോഴിക്കോട് എഡിഷനും കൊച്ചി എഡിഷനും. അപ്പോൾ പുതിയ തിരുവനന്തപുരം എഡിഷൻ തുടങ്ങാൻ പോകുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങളെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എവിടെ പോകണം? ഒരു സംശയമില്ല, കോഴിക്കോട് നിന്ന് ഞങ്ങളങ്ങ് എഴുതി കൊടുത്തു കുറേ ആളുകൾ. അപ്പോൾ പുതിയ എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസിന് വേണ്ടി ശ്രീകുമാർ അന്ന് തിരുവനന്തപുരത്താണ് താമസം. അദ്ദേഹത്തിൻ്റെ വീട് തിരുവല്ലയാണ്. എന്നാൽ കൊച്ചിയിൽ പോകാനാണ് താല്പര്യം. മനോഹരൻ മോറായിക്ക് പുതിയ എക്സ്പീരിയൻസിന് വേണ്ടി കൊച്ചിയിലേക്ക് പോയി. KT ശശി, K പ്രേമനാഥ്, ഇവരൊക്കെ കൊച്ചിയിലേക്ക് വന്നു. എൻ മധു തൃശ്ശൂരാണ് വീട്. അവിടുന്ന് വന്നത് മനോഹരൻ മോറായും KT ശശിയും, പിന്നെ ഒരു രവീന്ദ്രനുണ്ട്, PV രവീന്ദ്രൻ, അദ്ദേഹവും. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിനിങ്
ട്രെയിനിങ് ആദ്യത്തെ ക്ലാസ്സുകൾ ഈ പറഞ്ഞ പോലെ വലിയ വലിയ പ്രമുഖ വ്യക്തികളാണ്. PG ആണ് കുറേ ദിവസം ക്ലാസ് എടുത്തത്, EMS ആണ്, SRP ആണ്, പിന്നെ അങ്ങനെയുള്ള പിന്നെ ഇത് ദാർശനിക രംഗത്തെ ഇപ്പോൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾ വന്ന് ക്ലാസ് എടുത്തു. മാധ്യമരംഗത്ത് വേണുകുറുപ്പിനെ പോലെയുള്ള ആളുകൾ ദിവസങ്ങളോളം ക്ലാസ് എടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളൊരു വലിയൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. കാരണം മാധ്യമ എഡിറ്റിംഗ് എന്താണ്, റിപ്പോർട്ടിംഗ് എന്താണ്, ഈ പിന്നെ അന്ന് വാർത്താ ഏജൻസികൾ പിന്നെ ടെലിപ്രിൻ്ററിലൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ ടെലിപ്രിൻ്ററിലൂടെ വരുമ്പോൾ പിന്നെ വരുന്ന റോയിട്ടേഴ്സും ഒക്കെ തരുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതേപോലെ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും അപകടം, എന്നാൽ നമ്മൾ ഈ മൂന്നാം കണ്ണുകൊണ്ട് നോക്കിയിട്ട് വാർത്ത എഴുതേണ്ടത് എങ്ങനെ എന്നൊക്കെയുള്ള. അന്നാണെങ്കിൽ ഈ ഇൻ്റർനെറ്റ് ഇല്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഒരു ബാക്ക് ഫയൽ തപ്പണമെങ്കിൽ ഇൻ്റർനാഷണൽ ആണെങ്കിൽ ന്യൂസ് ടൈമിൻ്റെയും അതുപോലെ പിന്നെ എക്കണോമിസ്റ്റിൻ്റെയൊക്കെ പഴയ ഫയലുകൾ നോക്കി ഗവേഷണം നടത്തിയിട്ട് എടുക്കണം. പിന്നെ മറ്റ് ഒരു അപകടം നടന്നു, അതുപോലെ സമാനമായ ഫയലുണ്ടാവും, ചിലപ്പോൾ ഫയൽ കാണില്ല. അപ്പോൾ സമാനമായ അപകടങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണെങ്കിൽ നമ്മളൊന്ന് കുത്തി നോക്കിയാൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളെ അങ്ങോട്ട് വിടുന്നത്. ഞാൻ കോഴിക്കോട്, ഞങ്ങളൊക്കെ 8 പേര് കോഴിക്കോട്, 8 പേര് കൊച്ചിയിലും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ബ്രിട്ടാസ്, ബാലകൃഷ്ണൻ, ഞാൻ, PK ഫൽഗുനൻ, പിന്നെ മോഹൻദാസ്, പിന്നെ ബാക്കി പഴയ പറയാം. ഞങ്ങളൊക്കെ അങ്ങനെ കാര്യങ്ങൾ തുടങ്ങി. സണ്ണി ജോസഫ്. അപ്പോൾ ഒരു ദിവസം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വയനാടിനോട് വലിയ ഇഷ്ടമാണ്. വയനാടിനോടുള്ള ഇഷ്ടം വയനാട്ടിൽ അധികമൊന്നും പോയതുകൊണ്ടല്ല, വയനാടിനെക്കുറിച്ച് വളരെ ഈ ഒരു ഹൃദയത്തോട് തൊട്ടിട്ട് വയനാടിനെ അറിയുന്നത് നെല്ല് വായിച്ചപ്പോഴാണ്. വത്സലയുടെ നെല്ല് അത് വായിക്കുന്നത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. പക്ഷേ അപ്പോഴേ അന്നേരമൊന്നും നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആരും വിടൂല. ഇപ്പോഴാണെങ്കിൽ 8ാം ക്ലാസ്സിലെ കുട്ടികളിൽ എവിടെയും പോകും, വിടൂല. അപ്പോൾ ഈ നെല്ല് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുന്നു. വായിച്ചതിലൊരു വല്ലാത്ത ആവേശമാണ്. ഈ വയനാടിനെക്കുറിച്ചും ഒക്കെ വത്സല ടീച്ചറിൻ്റെ ഒരു ഭാഷയുണ്ടല്ലോ, അവതരണോ. അപ്പോൾ അങ്ങനെ ആവേശം വന്ന് വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ട് ഞാൻ പിന്നെ അവിടുന്ന് ഒരു ബസ്സുണ്ട് തിരുനെല്ലി പോയി അതേ ബസ്സിൽ അവിടെ നിന്നൊരു ചായയും കഴിച്ച് ഒന്ന് പുറത്തിറങ്ങി കണ്ട് അതേ ബസ്സിൽ തിരിച്ചു വന്ന അനുഭവമുണ്ട്. അത് വളരെ കാലം കഴിഞ്ഞ ശേഷമാണ് വീട്ടുകാരോട് പറയുന്നത് പോലും. അപ്പോൾ അങ്ങനെ ഒരു ആവേശമുണ്ട്. അപ്പോൾ എനിക്ക് വയനാട് ബ്യൂറോയിൽ പോകാം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൂർത്തി മാഷാണെന്ന് EV ദക്ഷിണാമൂർത്തി, കോഴിക്കോട് മാനേജർ. പെട്ടെന്ന് വയനാട് ബ്യൂറോയിലേക്ക് ആളെ നിശ്ചയിച്ചപ്പോൾ സണ്ണി ജോസഫാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ എനിക്ക് അന്നേരം ഒരു ചെറിയൊരു നൈരാശ്യം. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. മൂർത്തി മാഷാണെങ്കിൽ എന്നെ നേരത്തെ പരിചയമുണ്ട്. കാരണം SFIയുടെ ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹം അന്ന് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ അവിടെയുള്ള പരീക്ഷാ പ്രശ്നങ്ങൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഈ വിഷയങ്ങൾക്കൊക്കെ ഞാൻ മാഷെ കാണാൻ വരുന്നുണ്ട്. മാഷുമായിട്ട് നല്ല ഒരു ആത്മബന്ധമുണ്ട് അന്നേ. അപ്പം മാഷ്ക്ക് ഒരു ചെറിയൊരു ആ പ്രശ്നം പിന്നീട് എനിക്കുണ്ടായിട്ടുണ്ട്, മാഷുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മാഷ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ആൾ പോയി ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് ഡെസ്കിലേക്ക് വരുമ്പോൾ മാഷ് എന്നോട് വളരെ ക്ഷോഭിച്ചുകൊണ്ട് ചോദിക്കും, എന്താണ് ഇവിടെ തിരിഞ്ഞു കളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ മാഷ്? അല്ല, സണ്ണി കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ പോകേണ്ടതല്ലേ, പിന്നെ എന്താണ് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷെ ഞാൻ സണ്ണിയല്ല മനോജാണ്. അപ്പോഴാണ് മാഷ്ക്ക് പറ്റിയ അബദ്ധം ബോധ്യപ്പെടുന്നത്. അല്ല, അബദ്ധം എന്ന് പറഞ്ഞാൽ പിന്നീട് അബദ്ധമൊന്നും ആയിട്ടില്ല. അങ്ങനെ എൻ്റെ വയനാട് സ്വപ്നം, റിപ്പോർട്ടർ സ്വപ്നം അന്ന് പൊലിഞ്ഞു. കാരണം പിന്നെ റിപ്പോർട്ടറാകാൻ കഴിയില്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് അപ്പോഴേക്ക് എനിക്ക് ഈ റിപ്പോർട്ടറാവണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് ഇതിലൂടെ മാഷ്ക്ക് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നീട് എന്നെ വിടുന്നത് പാലക്കാട് അന്ന് CL തോമസ് ആയിരുന്നു ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ്. തോമസിൻ്റെ അമ്മയ്ക്ക് അസുഖമായി. അവരുടെ വീട് കോട്ടയത്താണ്. ആ സമയത്ത് പാലക്കാട്ടേക്ക് ഒരു റിപ്പോർട്ടർ വേണം. ഇത് 88-ൻ്റെ തുടക്കം. അങ്ങനെ എന്നെ അങ്ങോട്ട് വിടുന്നു. അന്നാണ് നമ്മുടെ പിന്നീട് കേരള കൗമുദിയിലുണ്ടായിരുന്ന ജഗദീഷ് ബാബു, പിന്നെ
അങ്ങനെയുള്ള ഒരുപാട് പേരെ അന്ന് പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ എൻ പത്മനാഭൻ KUWG സംസ്ഥാന നേതാവായിരുന്ന അങ്ങനെയുള്ള ഒരുപാട് പേരുമായിട്ടും അന്ന് നല്ല ബന്ധം ഉണ്ടാകുന്നുണ്ട്. ആകെ കുറച്ച് കാലമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് 1-ാം പേജിൽ എൻ്റെ വാർത്ത പേര് വെച്ച് അച്ചടിച്ച് വരുന്നത്. അതിനു മുമ്പ് വാർത്തകളെല്ലാം വന്നിട്ടുണ്ട്, അതിനു മുമ്പ് ചില അനുഭവങ്ങളുമുണ്ട്. ആ ഒരു അനുഭവം ഇവിടെ പറയേണ്ടതാണെന്ന് തോന്നുന്നു. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അന്ന് കരുണാകരനാണ് അപ്പോൾ നേതാവ്. കരുണാകരൻ അന്ന് മുഖ്യമന്ത്രിയാണോ അല്ല പ്രതിപക്ഷ നേതാവാണെന്ന് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അന്ന് കോൺഗ്രസ്സിന് BJPയുമായും മുസ്ലിം ലീഗുമായിട്ട് സഖ്യമുണ്ട്, BJPയുമായി സഖ്യമുണ്ട് എന്ന് ഞങ്ങൾ വാർത്ത കൊടുത്തു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. അന്ന് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ടർമാർ 2 പേരായിരുന്നു. ഒന്ന് PP അബൂബക്കർ, ഒന്ന് KV കുഞ്ഞിരാമൻ. ഇത് 2 പേരായിരുന്നു. അത് ബ്യൂറോ ചീഫ് എന്നുള്ളൊരു രീതി അങ്ങനെയില്ലായിരുന്നു, 2 പേരും തുല്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ PP അബൂബക്കർ പറഞ്ഞു മനോജ് റിപ്പോർട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഗസ്റ്റ് ഹൗസിൽ കരുണാകരൻ്റെ വാർത്താ സമ്മേളനം. ഇന്ന് പത്രസമ്മേളനം എന്ന് മാത്രമേ പറയൂ. അങ്ങനെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയി. അപ്പോൾ അബൂബക്കർ പുറകിലിരുന്നു. അബൂബക്കർ ഗുരുനാഥനാണ്. പുറകിലിരുന്നു. ഇത് ചോദ്യത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ BJPയുമായിട്ടുള്ള സഖ്യത്തിൻ്റെ കാര്യം ചോദിച്ചു. കരുണാകരൻ സ്വതസിദ്ധമായൊരു ചിരിയും കണ്ണിറുക്കലും ഒരു അവ്യക്തമായ മറുപടിയൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിവായി. സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർ അതോടെ അങ്ങ് ഒഴിവാക്കേണ്ടതാണ്, ഇപ്പോഴത്തെ പോലെയല്ലല്ലോ. പക്ഷേ ഞാൻ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ പെരുമാറണമെന്നൊന്നും വലുതായിട്ട് അറിയില്ല. വീണ്ടും ചോദിച്ചു, ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ അങ്ങനെയല്ലേ എന്നൊക്കെ കണക്കും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ച് ചോദിച്ചു. അവസാനം കരുണാകരൻ ഏതാണ് പത്രം എന്നോ മറ്റോ ചോദിച്ചു. അപ്പോൾ വേറെ ആരോ വിളിച്ച് പറഞ്ഞു ദേശാഭിമാനിയാണെന്ന്. ശരി എന്നൊക്കെ പറഞ്ഞ് എന്നോട് നല്ല വാത്സല്യം കാണിച്ചങ്ങ് വിട്ടു. അത് വേറൊരു അനുഭവമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കാര്യം കൂടി പറയണം. വി എസ് എന്ന് പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ കോഴിക്കോട് വന്ന് ഒരാളെ വിടണം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. എന്നെ ആണ് വിട്ടത്. ഞാൻ ചെന്നു. അന്ന് CM അബ്ദുറഹ്മാനായിരുന്നു ന്യൂസ് സെൻറ്റർ. ചെന്നു, എന്താ വേണ്ടത്? അപ്പോൾ VSൻ്റെ അടുത്ത് പോയി വളരെ വിനയത്തോടെ നിന്നു. അപ്പോൾ VSനോട് ഒരു കടുത്ത ആരാധനയുള്ള ഒരാളാണ്. അപ്പോൾ പുന്നപ്ര വയലാർ സമരവാർഷികമാണ്, അതിനെക്കുറിച്ച് അനുസ്മരണം എഴുതണം എന്നാണ് VS പറഞ്ഞത്. അപ്പോൾ ഏതാണെന്നുള്ളൊരു വലിയ ധാരണ എനിക്കില്ല. അപ്പോൾ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ വളരെ താല്പര്യത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ VS അതിനെല്ലാം മറുപടി പറഞ്ഞു. ഇപ്പോൾ പുതിയ രാഷ്ട്രീയം അതെന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ലേഖനത്തിൻ്റെ രൂപത്തിലല്ല, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു. എനിക്കാണെങ്കിൽ എഴുതിയത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയില്ല. അവസാനം ഇതൊക്കെ കൊണ്ട് ഞാൻ ഡെസ്കിൽ വന്നിരുന്നിട്ട്, അന്ന് ഈ കമ്പ്യൂട്ടറും മറ്റൊന്നുമില്ല, നമ്മൾ കൈപ്പടയിൽ തന്നെ എഴുതണം. വല്ലാത്തൊരു അനുഭവമായിരുന്നത്. എങ്ങനെ എഴുതണം, എന്തെഴുതണം. അവസാനം കണ്ണുമടച്ച് എഴുതി. ഈ മലബാറുകാർക്ക് പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് അങ്ങനെ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ വൈകാരികതയെക്കുറിച്ച് ആഴത്തിൽ അറിവൊന്നും സാധാരണ ഇല്ല എന്നല്ല, പക്ഷെ അത്ര ഡീപ്പായിട്ട് ഇവിടെയുള്ള ആളുകളെപ്പോലെ അല്ലെങ്കിൽ ആലപ്പുഴയുള്ള ആളുകളെപ്പോലെ അത്ര ഡീപ്പായിട്ട് ഉള്ള അറിവ് ഉണ്ടാവണമെന്നില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അതിനേക്കാൾ അറിവുകൾ ഒരുപാട് മലബാറുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. ഞാനന്ന് ഉള്ള അറിവെല്ലാം വെച്ച് ഞാനങ്ങ് എഴുതി. VS പറഞ്ഞാൽ ഓർമ്മയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വാട്സാപ്പിൽ അയച്ചു കൊടുത്ത് VSനോട് ഇത് ശരിയല്ലേ എന്ന് ചോദിക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലല്ലോ. VS തിരിച്ച് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ അങ്ങ് പോയി. പിറ്റേന്ന് പത്രത്തിൽ അച്ചടിച്ച് വരേണ്ടതാണ്. ഇത് എഴുതിയ സാധനം ടെലിപ്രിൻ്ററിൽ അത് മംഗ്ലീഷിൽ അടിച്ചിട്ടാണ്, അന്ന് കൊച്ചിയിലാണ് എഡിറ്റ് പേജ് ചെയ്യുന്നത്, അടിച്ച് കൊടുക്കണം. ഇവിടെയും ചെയ്യണം. രണ്ടിടത്തും അത് ചെയ്തു. ലേഖനം വന്നപ്പോൾ കൊച്ചി ഓഫീസിലേക്ക് VS വിളിച്ചു. എന്നെ നേരിട്ട് കിട്ടിയില്ല. നന്നായി എന്ന് പറയാം. അതെനിക്ക് അന്ന് കിട്ടിയ ഒരു വലിയൊരു അംഗീകാരമോ അവാർഡോ ആയിട്ടാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. ബൈലൈനെല്ലാം വരുന്നുണ്ട്. അത് പിന്നെ ആദ്യത്തെ 1-2 ബൈലൈൻ വന്ന് പിന്നെ ബൈലൈൻ എത്ര വന്നാലും നമുക്കൊരു പുതുമയില്ല, നമ്മളതിനെ നോക്കില്ലല്ലോ. പക്ഷെ അത് അങ്ങനെ ഒരു VS നന്നായി എന്ന് പറയുമ്പോൾ
അതുണ്ടാകുന്നൊരു ആവേശവും ഒക്കെ അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് തിരുവനന്തപുരം എഡിഷൻ തുടങ്ങാൻ വന്നു. ഞങ്ങളെ കുറച്ച് പേരെ ഇങ്ങോട്ട് നിയോഗിച്ചു. അന്ന് AK ഗോപാലകൃഷ്ണൻ ന്യൂസ് എഡിറ്റർ, KP രവീന്ദ്രനാഥ്, പിന്നെ KM അബ്ബാസ് മരിച്ചുപോയി കോഴിക്കോട്ട് നിന്ന്. ഞങ്ങൾ അബ്ബാസ്കാരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ വന്നു, ഇവിടെ തുടങ്ങി. അന്ന് ഇവിടെ കേരള പത്രിക എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ഓഫീസായിരുന്നു. അവിടെ അത് ദേശാഭിമാനി വാങ്ങി, അവിടെയായിരുന്നു ആദ്യത്തെ. പക്ഷെ അന്നാണ് കേരളത്തിൽ ആദ്യമായൊരു ഇന്ത്യയിൽ ആദ്യമായൊരു ഭാഷാപത്രം DTPയിൽ അച്ചടിക്കാൻ ഉള്ള പരീക്ഷണം തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ്. കുറച്ച് കാലം ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ വരുന്ന ആളുകളാണ്. ട്രെയിനിങ് കഴിഞ്ഞ 1 വർഷം, ട്രെയിനിങ് കഴിഞ്ഞ 6 മാസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും പുതിയ അതുവരെ ഉണ്ടായിരുന്ന അനുഭവം ഉണ്ടല്ലോ, ചെറിയ കാലത്തെ അനുഭവമാണെങ്കിലും അതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു തിരുവനന്തപുരത്ത് ദേശാഭിമാനി തുടങ്ങുമ്പോൾ. പുതിയ രീതി, പുതിയ കമ്പോസിങ്, പുതിയ ലേഔട്ട്, ഇതൊക്കെ മാറുകയാണ്. അപ്പോൾ ആദ്യത്തെ ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ കാര്യത്തിൽ മാസ്റ്റർമാരായി. കാരണം ഞങ്ങളാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഇവിടെയൊന്നും തിരുവനന്തപുരത്ത് തന്നെ അധികം എവിടെയും കമ്പ്യൂട്ടറൊന്നുമില്ല. ചില സ്ഥലത്ത് വളരെ അപൂർവമായ ചില സ്ഥലങ്ങളിൽ മാത്രം സ്വകാര്യമായിട്ട് കമ്പ്യൂട്ടറോ ഒക്കെ ഉണ്ട്. സ്വകാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ. അപ്പോൾ ഇത് ടൈപ്പിംഗ് ഇന്നത്തെ പോലെ ഒന്നുമല്ല. അന്ന് ഒരു സ്ക്രിപ്റ്റ് ലിപിയിൽ സാധാരണ കമ്പ്യൂട്ടറിൽ ചെയ്യാണ്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഹാങ് ആവും. കുറേ ആൾ പരിശീലനം സിദ്ധിച്ച ആളുകളൊക്കെയാണ്, പക്ഷേ അവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇതങ്ങ് പോകും. പിന്നെ ഒരു ടിഷ്യൂ പോലത്തെ ഒരു വൈറ്റ് പേപ്പറിൽ, മറ്റേ ഇത് വെണ്ണ കടലാസിൽ, അതിലാണ് ആദ്യം പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് അത് ഒട്ടിച്ചിട്ടാണ് ചെയ്യുക, പേജ് ലേഔട്ട് ചെയ്യുക. അപ്പോൾ അത് ഏറെക്കുറെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് കിട്ടണമെങ്കിൽ പല സ്ഥലത്തായിട്ട് പോകണം ഇതെടുക്കാൻ. ഇത് പെട്ടെന്ന് കമ്പോസിങ് തകരാറിലായാൽ അല്ലെങ്കിൽ പൂർത്തിയായിട്ടില്ലെങ്കിൽ എടുത്തോടണം. ഓട്ടോ എടുത്ത് ഏതെങ്കിലും ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയുടെ മുകളിലേക്കോ ഓടി അവിടെ ചെന്ന് ചെയ്യിച്ച് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെയൊക്കെയുള്ള അനുഭവമായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ ആദ്യം അന്ന് CPIM-ൻ്റെ 13ാം പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടക്കുകയായിരുന്നു. ആ 13ാം പാർട്ടി കോൺഗ്രസ്സിൽ പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്ന ദിവസം ദേശാഭിമാനി, അന്ന് ഉദ്ഘാടനമായിട്ടില്ല, ദേശാഭിമാനിയുടെ പുതിയ പത്രം എല്ലാവർക്കും എത്തിക്കാൻ കഴിഞ്ഞു. അന്ന് ഈ ഇത് എഴുത്ത് മുതൽ ബാക്കി എല്ലാ ജോലികളും ഞങ്ങളെല്ലാവരും ചെയ്തു. അന്ന് കണ്ണൻ നായരായിരുന്നു ദേശാഭിമാനിയുടെ മാനേജർ. അപ്പോൾ കണ്ണൻ നായർ ദൂരെ വന്ന് നിന്നാൽ തന്നെ ഞങ്ങൾക്ക് ഒരു പേടിയാണ്. ഒന്നും പറയില്ല, വളരെ സ്നേഹത്തോടെ പെരുമാറും. പക്ഷേ കണ്ണൻ നായർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഗൃഹനാഥൻ വീട്ടിലുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് മൊത്തം ഞങ്ങൾ കണ്ണൻ നായരടക്കം നിന്നുകൊണ്ട്, അദ്ദേഹം ഇത് എടുത്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും പത്രം അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വരെയുള്ള ജോലികൾ ഞങ്ങളെല്ലാവരും ചെയ്തു. ഒരു ടോട്ടാലിറ്റി ഉണ്ടല്ലോ, ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ടോട്ടാലിറ്റി, അതിൽ ഞങ്ങളെല്ലാവരും പങ്കാളികളായി എന്നതാണ് ഞങ്ങൾ ആ തലമുറയുടെ ഏറ്റവും വലിയ വിശേഷമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം എഡിഷൻ തുടങ്ങി. ഞാൻ അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരു അനുഭവം പറയാം. അന്ന് 91 കഴിഞ്ഞു. അന്നത്തെ നായനാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 1 വർഷം മുമ്പ് തിരഞ്ഞെടുപ്പിലേക്ക് പോയി. തിരഞ്ഞെടുപ്പ് നടന്നു. UDF അധികാരത്തിൽ വന്നു. K കരുണാകരൻ മുഖ്യമന്ത്രിയായി. അന്ന് ഇവിടെ AKG സെൻറ്ററിന് നേരെ ഒരു ആക്രമണം നടക്കും. അപ്പോൾ ഞങ്ങൾ ഓഫീസിലിരിക്കുകയാണ്. അന്ന് SR ശക്തിധരനാണ് ബ്യൂറോ ചീഫ്. ബ്യൂറോയിലുള്ള മറ്റൊരാൾ സഖാവ് ഏഴാച്ചേരി രാമേന്ദ്രൻ. അപ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു. ഒരാൾ ഉടനെ AKG സെൻറ്ററിലേക്ക് ചെല്ലണമെന്ന്. അപ്പോൾ നറുക്ക് വീണത് എനിക്കാണ്. ഞാൻ ചെന്നു. എനിക്ക് വലിയൊരു ഭയമോ ഒന്നും ഉണ്ടായില്ല. കാരണം പോലീസിൻ്റെ തല്ലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. തല്ലുന്ന മെത്തഡോളജിയൊക്കെ അറിയാം. തല്ല് കൊള്ളാതെ അത്യാവശ്യം ഒഴിയാനും തല്ല് പോയി കൊള്ളാനും ഒക്കെ ഉള്ളത് അറിയാം. എന്തായാലും അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ AKG സെൻറ്ററിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല. അങ്ങോട്ട് ചെല്ലുന്ന ആളുകളെല്ലാം തിരിച്ചോടിക്കുന്നു, വീണ്ടും പോകുന്നു, തിരിച്ചോടിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവമാണ്. എന്തായാലും എങ്ങനെയൊക്കെയോ അവിടെ എത്തിപ്പെട്ടു. അപ്പോഴാണ് അന്ന് സഖാവ് MA ബേബിയും സഖാവ് സുശീല ഗോപാലനും MP-മാരാണ്. അവർ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയിട്ടൊരു കാറിൽ വരുന്നത്. കാറിൽ വന്ന് ഇറങ്ങിയ ഉടനെ അവർക്ക് നേരെയും
ആക്രോശവും വിളിയും ഒക്കെ ഉണ്ടായി. പോലീസ് ഓടിച്ചില്ലെന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ ഒരാൾ, അല്ല മുഴുവൻ ഞാനാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടിംഗ് എന്ന സ്വപ്നം സഫലീകരിച്ചിട്ടില്ല. ഡെസ്കിലായിരുന്നു ഞാൻ. ഡെസ്കിൽ നിന്ന് പ്രത്യേക ഡ്യൂട്ടി കിട്ടിയിട്ടാണ്, എഡിറ്റോറിയൽ നിന്ന് പ്രത്യേക ഡ്യൂട്ടി കിട്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്തായാലും തിരിച്ചു വരുന്നു, വാർത്ത എഴുതുന്നു. വാർത്ത എഴുതുന്ന രാജേന്ദ്രനാണ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഇന്നത്തെ മറ്റേ ഇത് ഡിജിറ്റൽ ഫോമിലല്ലല്ലോ, അത് ഫിലിമാണ്. അപ്പോൾ ഫിലിമിൽ ഏതൊക്കെ ചിത്രം എടുക്കണമെന്നത് നമ്മൾ ആ പോയ റിപ്പോർട്ടർ പോയിട്ട് ഡാർക്ക് റൂം പോയി നെഗറ്റീവ് ഇട്ട് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അപ്പോഴാണ് ഇങ്ങനെ പടം ഇങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ എം എ ബേബിയുടെ വായിലേക്ക് കല്ല് കുത്തിത്തിരിക്കുന്ന ഒരു പടം കിട്ടുന്നത്. അപ്പോൾ അത് വിട്ടുപോയ പടമായിരുന്നു. അത് നിർബന്ധപൂർവ്വം എടുപ്പിച്ച് പിറ്റേന്ന് ദേശാഭിമാനി അന്നെന്താ വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് ലേ ഔട്ട് ചെയ്യേണ്ടതും പത്രം ഇറക്കേണ്ടതും. സീനിയേഴ്സൊക്കെ ഞങ്ങളോട് വളരെ സൗഹാർദ്ദത്തിലും വലിയ സ്വാതന്ത്ര്യം തന്നിട്ടും പെരുമാറുന്ന ആളുകളായിരുന്നു. പിറ്റേന്ന് ആ പടം അടിച്ചു വന്നപ്പോൾ വലിയ വാർത്തയായി. പാർലമെൻറ്റിലടക്കം പ്രശ്നമായി. അതിനെക്കുറിച്ച് അവകാശ ലംഘനത്തിന് നോട്ടീസ് പോയി. അതിൽ ആ AK സെൻറ്റർ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രീകരണം അതായിരുന്നു. അപ്പോൾ അത് ഈ നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും നിൽക്കുന്നതാണല്ലോ. അപ്പോൾ രാജേന്ദ്രനും ഞാനും കൂടിയാണ് അത് കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷനൊക്കെ നമ്മളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരുവനന്തപുരം ദേശാഭിമാനിയിൽ പിന്നെ അധികാരം നിന്നില്ല. ഇവിടുന്ന് വിവാഹം ഇവിടെ തന്നെയായിരുന്നു. ദേശാഭിമാനിയിൽ അന്ന് DTPയിൽ ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട സ്വദേശിയായ ശ്രീലത. പ്രണയമായിരുന്നില്ല, എന്നാൽ പ്രണയമില്ല എന്നും പറയാൻ കഴിയില്ല. ഞങ്ങളും കല്യാണം കഴിച്ച് ഒരു കുഞ്ഞൊക്കെ ആയിട്ടാണ് തിരിച്ച് 94 ദേശാഭിമാനി കണ്ണൂർ തുടങ്ങുമ്പോൾ, കണ്ണൂർ ദേശാഭിമാനി തുടങ്ങുക എന്നതൊക്കെ ഞങ്ങളൊക്കെ വലിയ സ്വപ്നമായിരുന്നു. അന്ന് ചടയം ഗോവിന്ദൻ എവിടെ കണ്ടാലും ചോദിക്കും, പോയിതേട്ടാ ആയില്ലേ കണ്ണൂർ? നായനാരെ കണ്ടാൽ ചോദിക്കും. അതുപോലെ പിണറായി സാഹിബിനോട് ചോദിച്ചിട്ടില്ല, കാരണം അന്നേരം എന്താണ് പ്രതികരണം എന്നൊന്നും നമുക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ ഭരതേട്ടൻ, അദ്ദേഹം അന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ എനിക്ക് ഒരു ദിവസം നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട്. കാരണം നീയൊക്കെ ഇവിടെ വന്നിട്ട് തിന്ന് മുടിക്കാനല്ലേടാ, കണ്ണൂർ വന്നിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്താൽ മതി എന്നൊക്കെ തമാശയാണ്. അപ്പോൾ ഇങ്ങനെ മുഴുവൻ ആളുകളോട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. എന്തായാലും അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പ്രകടനമാണത്. അങ്ങനെ 94 ദേശാഭിമാനി കണ്ണൂർ തുടങ്ങാൻ പോകുന്നു. നമ്മൾ ഒരു നവംബർ മാസത്തിന് ഞങ്ങളൊക്കെ പോവുകയാണ്. ഞാനും എൻ്റെ വൈഫും ഒക്കെ ചേർന്ന് പോവുകയാണ്. അപ്പോൾ ചെന്ന് ഇതിൻ്റെ സപ്ലിമെൻറ്റിൻ്റെ ജോലിയാണ് ആദ്യം. അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ട്, ദേശാഭിമാനിക്ക് അകത്തുള്ളവരുണ്ട്, പുറത്തുള്ളവരുണ്ട്. അന്ന് നമ്മുടെ അന്തരിച്ച N സുഗതൻ, പിന്നീട് RMBയിലേക്ക് ഒക്കെ പോയ ആളാണ്, അദ്ദേഹമുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഇരുന്നിട്ട് ഈ 100 പേജുള്ള സപ്ലിമെൻ്റ് ആയിരുന്നു. അത് കണ്ണൂരിൻ്റെ ഒരു സമഗ്രമായ ചിത്രം തയ്യാറാക്കാൻ തീരുമാനിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പകൽ പണിയെടുക്കും. ഞങ്ങൾക്ക് താമസം അന്ന് കണ്ണൂർ യാത്രി നിവാസിലാണ്. അപ്പോൾ അന്ന് ഈ ജോലി വിട്ടിട്ട് മറ്റൊരിടത്തും പോകാൻ പറ്റാത്തത്രയും ഒരു ഇൻവോൾവ്മെൻറ്റ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമൊക്കെ ഏറ്റവും അടുത്ത ചങ്ങാതി, സുഹൃത്ത് എന്ന് പറയാവുന്നത് ഇപ്പോൾ CPIMൻ്റെ പിണറായി ഏരിയ സെക്രട്ടറി ആയ ശശിയാണ്, കൂവ ശശി, K ശശി. ആ ശശിയുടെ കല്യാണമായിരുന്നു. ആ കല്യാണം തൊട്ടടുത്ത് നടക്കുമ്പോൾ എനിക്ക് ആ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പകരം ഞാൻ ദേശാഭിമാനിക്ക് അകത്ത് തന്നെയായിരുന്നു. കാരണം അന്നത്തെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു അവസ്ഥയാണ്. എന്തായാലും കല്യാണത്തിൻ്റെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞൊരു സൽക്കാരമുണ്ട്. ഈ ചെറുക്കൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ചങ്ങാതിമാരും ഒക്കെ പെണ്ണിൻ്റെ വീട്ടിൽ, ചെറുക്കനും പെണ്ണും എല്ലാം കൂടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ഗംഭീര ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നത്. അപ്പോൾ ശശിയുടെ കല്യാണം കഴിഞ്ഞ് ഇതിനാണ് പോകുന്നത്. പോകുമ്പോൾ KV സുധീഷ് SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അന്ന്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ചുള്ളതാണ്. ആ സുധീഷിനെ അവിടെ വെച്ചാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് പോകുന്നു, സുധീഷും മറ്റെല്ലാവരും കൂത്തുപറമ്പിൽ നിന്ന് വരുന്നു. അപ്പോൾ സുധീഷിനെ കണ്ട് സുധീഷുമായിട്ട് കുറച്ച് കാലം കൂടിയിട്ടാണ് സുധീഷിനെ കാണുന്നത്. കുറേ സംസാരിച്ചു. സുധീഷിനെ കൂട്ടി ദേശാഭിമാനിയിൽ വന്നു. ദേശാഭിമാനിയിൽ നിന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തി.
സുധീഷിനെ അറിയാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരത്തും മറ്റിടത്തും വന്ന ആളുകളായതുകൊണ്ട് അറിയാത്ത ആളുകളെല്ലാം പരിചയപ്പെടുത്തി അങ്ങനെ വളരെ ഒരു 1-1.5 മണിക്കൂർ സംസാരിച്ചിട്ടാണ് സുധീഷിനെ വിടുന്നത്. അത് ഒരു ജനുവരി 18-20 ആ ഘട്ടത്തിലായിരിക്കും. അത് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ അങ്ങ് പോകുന്നു. ഞങ്ങളെല്ലാ ദിവസവും വന്ന് യാത്രി നിവാസത്തിലാണ് കിടക്കുന്നത്. ജനുവരി 26 രാത്രി ഒരു അർദ്ധരാത്രി ആയിട്ടുണ്ടാവും, ഞങ്ങളെല്ലാം കിടന്നു. അപ്പോഴേക്ക് നമ്മുടെ കെ ബാലകൃഷ്ണനെ VS-ൻ്റെ പ്രൊഫസർ സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ ദേശാഭിമാനി ഞങ്ങൾ ഒന്നിച്ച്. കെ ബാലകൃഷ്ണൻ ഓടി വരികയാണ്, അടുത്ത മുറിയിലാണ്. വസ്തുത പറഞ്ഞാൽ ബാലകൃഷ്ണൻ അന്ന് വിവസ്ത്രനായിരുന്നു. കാരണം അദ്ദേഹത്തിന് സ്വയം മറന്നുപോയി. ഇടിച്ചു വിളിക്കുന്നു, എണീക്കുന്നു, സമാധാനിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനന്ന് കരുതിയത്, അന്ന് ഇടയ്ക്കിടെ സംഘർഷം നടക്കുന്ന ഒരു സ്ഥലമാണ് കൂത്തുപറമ്പ്. എൻ്റെ അനുജന്മാർ അവരൊക്കെ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ്, CPM പ്രവർത്തകരാണ്. അത് ചെറിയ ആളുകൾ ചെറുതാണ്. അവരിലാരെങ്കിലും എന്തെങ്കിലും ആക്രമണത്തിനിരയായി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരു കുറേ നേരം കഴിഞ്ഞപ്പോഴാണ്, അപ്പോഴേക്ക് വണ്ടി വരുന്നു, ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോഴാണ് മനസ്സിലാവുന്നത് സുധീഷ് കൊല്ലപ്പെട്ടു എന്ന്. സത്യം പറഞ്ഞാൽ ജീവിതത്തിലുണ്ടായ ഒരു ഏറ്റവും തിക്തമായ, ഇപ്പോഴും ഓർമ്മിക്കാൻ ആവാത്തൊരു ഒരു അനുഭവമായിരുന്നു അത്. പൊട്ടിക്കരഞ്ഞു പോയി. കാരണം സുധീഷ് അങ്ങനെ സുധീഷിനോട് ആർക്കും അങ്ങനെ ഒരു വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല. സുധീഷ് പ്രസംഗിക്കുമ്പോഴൊക്കെ വളരെ ശക്തമായിട്ട് സംസാരിക്കും. പക്ഷെ എന്നാലും എല്ലാവരോടും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന, ഒരാളോടും സാധാരണ ജീവിതത്തിൽ സംസാരിക്കാത്ത ആ ഒരു ചെറുപ്പക്കാരനെ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഈ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, അത് സാധാരണ ഒരാൾ അസുഖം ബാധിച്ച് മരിച്ചാൽ നമുക്ക് ആ ഒരു പ്രയാസം ഉണ്ടാവില്ല. പ്രയാസം ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ഒരു തീവ്രത അത്ര ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ അത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു മാധ്യമപ്രവർത്തന രംഗത്താണല്ലോ, രാഷ്ട്രീയത്തിലും ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞ് പിന്നീടാണ് ജനുവരി 26-നാണ് സുധീഷിൻ്റെ ഈ കൊലപാതകം നടക്കുന്നത്. പിന്നീട് നേതാക്കളുടെ ഒരു ഒഴുക്കാണ് ആ ഭാഗത്തേക്ക്. എല്ലാവരും സുധീഷിനെ കാണാൻ പോകുന്നു. ജനുവരി 30-നാണ് ദേശാഭിമാനിയുടെ ഉദ്ഘാടനം. പക്ഷെ പിന്നീടുള്ള 4 ദിവസങ്ങൾ ഞങ്ങളൊക്കെ യന്ത്രങ്ങളായിരുന്നു. ആ യന്ത്രങ്ങളെപ്പോലെ ജോലി ചെയ്തിട്ടാണ് 30-ാം തീയതി സഖാവ് സുർജിത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സഖാവ് സുർജിത്തിൻ്റെ കൂടെയാണ് ഞാൻ സുധീഷിൻ്റെ വീട്ടിലേക്ക് പിന്നെയും പോകുന്നത്. അപ്പോൾ അത് ഒന്ന് വ്യക്തിപരമായിട്ട്, പിന്നെ മാധ്യമപ്രവർത്തകർ, അതായത് പേന എടുത്തിട്ട് ഒരക്ഷരം പോലും ഈ സംഭവത്തെക്കുറിച്ച് എഴുതാൻ പറ്റാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. സാധാരണ ഒരു മാധ്യമപ്രവർത്തകനും ഒരിക്കലും പാടില്ലാത്ത ഒരു അവസ്ഥയാണത്. പക്ഷേ എനിക്കതുണ്ടായി. എനിക്ക് സുധീഷിൻ്റെ ആ സംഭവത്തെക്കുറിച്ച് ഒരു വരി പോലും എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് പിന്നെ എന്താ പറയേണ്ടത്, ചിലപ്പോൾ എൻ്റെ ഒരു കഴിവുകേട് പോലെ എനിക്ക് തോന്നിയതാണ് മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ. അത് കഴിഞ്ഞ് 94 ഇത് വരുന്നു. പിന്നീട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവാണ്. പിന്നെ ജനുവരി 26-ന് ഈ സംഭവം നടക്കുന്നു. ദേശാഭിമാനി അവിടെ കണ്ണൂർ ഇറങ്ങുന്നു. കണ്ണൂർ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ അവിടുത്തെ മികച്ച പത്രങ്ങളിലൊന്നായി ദേശാഭിമാനി മാറുന്നു. മനോരമയും മാതൃഭൂമിയും അവിടെ ഉണ്ടായിരുന്നു, മാറുന്നു. ദീപിക ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ മാറ്റമാണ് വരുത്തിയത്. കാരണം ഒരു ടീം അന്ന് അപ്പക്കുട്ടൻ വള്ളിക്കുന്ന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തന നിലയിൽ വളരെ, ഞങ്ങളൊക്കെ ഒരു ഗുരുസ്ഥാനത്ത് കാണുകയും ഗുരു തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വളരെ നല്ല ലീഡർഷിപ്പായിരുന്നു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയത്. അപ്പോൾ അദ്ദേഹം, ഞങ്ങളെല്ലാവരും ആലോചിക്കുന്നു, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നു. പി ശശി ആയിരുന്നു ഇന്ന് CM-ൻ്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് പി ശശി, അദ്ദേഹമായിരുന്നു അവിടുത്തെ മാനേജർ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങ് ഓരോ ടീമിനെ ഓരോ പ്രദേശത്തേക്ക് അയക്കുകയാണ്. ആ പ്രദേശത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളും വാർത്തയായി ചിത്രങ്ങളായി കൊണ്ടുവരുന്നു. അതൊരു ദിവസം മുഴുവൻ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുന്നു, ഒരു മുഴുവൻ പേജിലോ അല്ലെങ്കിൽ അരപ്പേജിലോ ആയി. അങ്ങനെ ഓരോ മേഖലയിലെയും ആളുകളെ ചെന്ന് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു രീതി അന്ന് കൊണ്ടുവന്നു. അതുപോലെ ചരമ പേജ്, സാധാരണ എല്ലാവർക്കും ആര് മരിച്ചാലും അച്ചടിച്ച് വരുന്നതാണ് ചരമ കോളം എന്ന് തെളിയിക്കുക എന്നുള്ളൊരു മത്സരത്തിലേക്ക് ഞങ്ങൾ അന്ന് കടന്നു. അതും വലിയ തോതിലുള്ള വിജയമായിരുന്നു. കാരണം ആളുകൾക്ക് നാട്ടിൻപുറത്തെല്ലാം പത്രം എത്തുമ്പോൾ ചിലപ്പോൾ
പിന്നെ CPIM-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPIM പ്രവർത്തകരുടെ കുടുംബമായിരിക്കും, അവിടെ നടന്ന മരണമായിരിക്കും. പിറ്റേന്ന് അവിടെ വരുന്ന ദേശാഭിമാനിയിൽ മരണം ഉണ്ടാവില്ല, പിന്നെ മാതൃഭൂമിയിലോ മനോരമയിലോ ആയിരിക്കും മരണം. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വിഷമം ഉണ്ടാവും. എന്തായാലും അത്തരമൊരു വിഷയമേ ഇല്ലാത്ത രീതിയിൽ പത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ ഘട്ടത്തിലെ പ്രവർത്തനത്തിൽ കഴിഞ്ഞു. അത് പിന്നെ ആ അംഗീകാരം ഉണ്ടായിരുന്നു ദേശാഭിമാനിക്ക്. അങ്ങനെ നിൽക്കുകയാണ്. അന്നും ഞാൻ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ സ്റ്റാഫാണ്. അതായത് ഡെസ്കിൽ ഒരുപക്ഷെ പിന്നെ ആ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവിടെയുള്ള ഏറ്റവും മുതിർന്നവർ ചെയ്യുന്ന ജോലി ഉൾപ്പെടെ ഞങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതായത് പേര് പറയുമ്പോൾ അന്ന് ഞങ്ങൾ 3 പേരായിരുന്നു ഇവിടെ തിരുവനന്തപുരത്തെ ഒരു ടീമിലുണ്ടായിരുന്നത്. അത് പിന്നെ ശ്രീകുമാർ, മനോഹരൻ മൊറായി, ഞാൻ. ഡെസ്ക് ജീവികളായിരുന്നു അന്ന് ഞങ്ങൾ 3 പേരും. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് അഹങ്കാരം കൊണ്ട് പറയല്ല, എല്ലാം ഞങ്ങൾക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് പത്രത്തിൻ്റെ പിന്നെ വാർത്ത സബ്ബിങ്, അത് കഴിഞ്ഞ് തലക്കെട്ടിടുന്നത്, അത് കഴിഞ്ഞ് പിന്നെ ഇത് പേജ് നിശ്ചയിക്കുന്നത്, ലേഔട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു 9 മണി കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് ബസ്സില്ല. പിന്നെ പോകുന്നത് രാവിലെ പത്രവിതരണത്തിൻ്റെ വണ്ടിയിലാണ്. അതാണെങ്കിൽ ഒരുപാട് കറങ്ങി അതിരാവിലെ എത്തുക, അത് ഉറക്കം നടക്കില്ല. അപ്പോൾ ദേശാഭിമാനിക്ക് അകത്ത് തന്നെ ഒരുപക്ഷേ ഡെസ്കിൽ പേപ്പർ ഇട്ട് കിടക്കും, അതല്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും മുറിയുണ്ട് അവിടെ പോയി കിടക്കും. അങ്ങനെ കിടന്ന് രാവിലെ പോവുക. അപ്പോൾ അന്ന് K. ബാലകൃഷ്ണനാണ് ബ്യൂറോ ചീഫ് എന്ന് പറഞ്ഞാൽ 2-3 പേരുള്ള ബ്യൂറോ അതിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ എടാ പോടാന്ന് വിളിക്കുന്ന ആളുകളാണ്, എടാ നാളെ അവിടെ ഒരു കൂത്തുപറമ്പിലൊരു പരിപാടിയുണ്ട്, അപ്പോൾ നീ ഏതായാലും കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി, അവിടെ ആ വാർത്ത നീ റിപ്പോർട്ട് ചെയ്യണം, എനിക്ക് ഇന്ന് നാളെ എന്തായാലും രാവിലെ ഞാൻ അവിടം വരെ എത്തേണ്ടതില്ലല്ലോ എന്ന് ബാലകൃഷ്ണൻ വളരെ സൗഹൃദത്തിൽ പറയുന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിൽ, അല്ലാണ്ട് ചുമതലയായിട്ടല്ല, ആ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാനത് ഏറ്റെടുക്കുന്നു, ശരി എന്ന് പറയുന്നു. ഞാൻ രാവിലെ അവിടെ ചെന്നിറങ്ങുന്നു. അത്യാവശ്യം വൈകിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രഭാത കർമ്മങ്ങളിലും ഓഫീസ് തന്നെ നിറവേറ്റി കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് രാവിലെ കൂത്തുപറമ്പിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോഴേക്ക് കൂത്തുപറമ്പിൽ കുറേ പോലീസുണ്ട്, കുറേ DYFIക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. 1994 നവംബർ 25 അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാം പരിചയക്കാരാണ്. ഈ നിൽക്കുന്ന ആളുകൾ മിക്കവാറും പരിചയമുള്ള ആളുകളാണ്. ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നു. പിന്നെ അപ്പോൾ രാജീവൻ ഒരു ഭാഗത്ത്, രാജീവൻ എന്ന് പറഞ്ഞാൽ അന്ന് കൊല്ലപ്പെട്ട ആളാണ്. അപ്പോൾ രാജീവൻ പിന്നെ ഈ അന്ന് MV രാഘവൻ ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് കൂത്തുപറമ്പ് സഹകരണ അർബൻ ബാങ്കിൻ്റെ സായാഹ്ന ശാഖയാണ്. ഈ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യുന്ന സായാഹ്ന ശാഖ നിൽക്കുന്ന സ്ഥലത്തല്ല ഉദ്ഘാടന പരിപാടി. ഈ ഒരു പ്ലാനിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് വളരെ ബുദ്ധിപൂർവ്വം അത് ടൗൺ ഹാളിലേക്ക് മാറ്റിയിരുന്നു, ആദ്യം അവിടെ നിശ്ചയിച്ചു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ DYFI പ്രവർത്തകർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാജീവൻ അവിടെയുള്ള രാജീവൻ നേറിയ ലേഖനാണ്. ഞാനവിടെ രാജീവൻ നീ ചെയ്യൂലേ, ഇവിടെ എന്തെങ്കിലും വിവരമുണ്ട് നീ തന്നാൽ മതി, ഞാൻ അപ്പുറത്തുണ്ടാവും, നീ പിന്നെ തന്നാൽ മതി, ഇപ്പോൾ ഒന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞു. കാരണം ഇങ്ങനെയൊന്നും സംഭവം ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് 2-3 പത്രക്കാരുണ്ട്, മൂന്നല്ല ഒരു സംഘമുണ്ട്. പിന്നെ ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ K. മോഹനുണ്ട്, ഇപ്പോൾ സുദിനത്തിൻ്റെ പത്രാധിപരായ ബാബു ഗോപിനാഥ് ഉണ്ട്, പിന്നെ മനോരമയിൽ അന്തരിച്ച മാത്യു അഗസ്റ്റിനുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ നിന്നു. പിന്നെ ഹാളിൽ കയറുന്നു, ഹാളിൽ നിന്ന് തിരിച്ചു വരുന്നു. അപ്പോഴാണ് ഇപ്പോൾ DGP ആയി ചുമതലയേറ്റ നിതിൻ അഗർവാൾ, അദ്ദേഹം വന്ന് തലശ്ശേരി വന്ന് ചാർജ് എടുത്തിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അദ്ദേഹമുണ്ട്. അന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് DSP ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് പുകവലിക്കും, അപ്പോൾ ഫിലിപ്പും പുകവലിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇദ്ദേഹത്തോട് നിതിൻ അഗർവാളിനോട് ചിരിച്ചുകൊണ്ട് അന്ന് പരസ്യമായിട്ട് പുകവലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പുറം പോയി പുകവലിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോഴാണ് ഹക്കിം ബത്തേരിയുടെ നേതൃത്വത്തിലൊരു വലിയൊരു ടീം വന്നിറങ്ങുന്നത്, മന്ത്രി വരുന്നത്. അതിന് മുമ്പ് തന്നെ അന്ന് N. രാമകൃഷ്ണൻ മന്ത്രിയാണ്, തൊഴിൽ മന്ത്രിയാണ്, അദ്ദേഹം അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ MV രാഘവനാണ് വരുന്നത്. അപ്പോൾ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ അങ്ങനെ, എന്നാലും ഇത്രയും രൂക്ഷമായ പ്രശ്നം ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. ഈ ഹക്കിം ബത്തേരി വന്നപ്പോൾ ചിത്രം മുഴുവൻ അങ്ങ് മാറി. അതുവരെ വളരെ ശാന്തരായി നിന്ന പോലീസുകാരൊക്കെ അവിടുന്ന് വന്ന ആളുകളും കൂടെ തുടങ്ങിയപ്പോൾ ശരിയായ ഒരു ആക്രമണകാരികളായി പോലീസ് മാറുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ടൗൺ ഹാളിലേക്ക് പോകുന്നു. അപ്പോൾ ബഹളമാണ്. പിന്നീട് ഞങ്ങളും ടൗൺ ഹാളിലേക്ക് കയറി. പുറത്ത് വലിയ ബഹളം, പിന്നെ വെടിവെച്ച, പിന്നെ അട്ടഹാസം, നിലവിളി ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടുകയാണ്. അന്ന് നമ്മുടെ മാധ്യമത്തിൽ നിന്ന് വിരമിച്ച ജബ്ബാർ, CKM ജബ്ബാർ, അദ്ദേഹം ഇപ്പോൾ കണ്ണൂരുണ്ട്.
ബാബു ഗോപിനാഥ് ഇവരൊക്കെ എന്നെ തടുത്തു നിർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, പോയേ മതിയാവും എന്ന് പറഞ്ഞു. കാരണം എനിക്കത് പുറത്തുള്ള മുഴുവൻ എൻ്റെ കുടുംബ ബന്ധുക്കളുണ്ട്, എൻ്റെ അനിയനുണ്ട്, പിന്നെ അനിയന്മാരുണ്ട്, മറ്റ് ഏറ്റവും അടുത്ത ആളുകളുണ്ട്, പാർട്ടി സഹാക്കളുണ്ട്, എല്ലാവരും നമുക്കറിയാവുന്ന ആളുകളാണ്. എം പി ജയരാജനുണ്ട്, പിന്നെ എം സുരേന്ദ്രനുണ്ട്, പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ നിൽക്കുകയാണ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അതൊരു എന്താണ് എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഓടുന്നുണ്ട്, പിന്നെ പോലീസ് തോക്ക് ചൂണ്ടി നിൽക്കുന്നുണ്ട്. ഈ വെടിപൊട്ടുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, വെടിപൊട്ടുന്നുണ്ടായിരുന്നു. ഞാനിറങ്ങി ഈ ഒരു ബോധമോ ധാരണയോ ഇല്ലാതെ ഞാനങ്ങ് പുറത്തേക്ക് നടന്നപ്പോൾ അവിടെ ഈ ആളുകൾ മുഴുവൻ റോഡിൽ കിടക്കുകയാണ്, ടൗൺ ഹാളിൻ്റെ പുറത്ത്. ഇപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നതുകൊണ്ട് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. എന്തായാലും ആ റോഡിൻ്റെ പുറത്ത്. അപ്പോഴേക്ക് എം സുരേന്ദ്രൻ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ചുള്ളതാണ്, SFIയുടെ എൻ്റെ നേതാവാണ്, അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, മനോജ് ഇങ്ങോട്ട് വരരുത്, നിന്നെ അവർ കൊല്ലും എന്ന്. അപ്പോഴാണ് അതിന് മുമ്പ് ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പോലീസ് വിന്യാസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പത്രപ്രവർത്തകർ മുഴുവൻ, ഈ ഫോട്ടോഗ്രാഫർമാർ മുഴുവൻ അവിടെ ഭാവന സ്റ്റുഡിയോൻ്റെ മുകളിൽ കയറി. അപ്പോൾ എനിക്കറിയാം അവരവിടെയുള്ളത്, അവിടെ നിന്നാണ് ഈ പടമെല്ലാം എടുത്തത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ മുകളിലുണ്ട്, അവരിറക്കാൻ പോലീസ് വിടുന്നില്ല. അപ്പം അന്നേരവും വെടിവെച്ചു ആൾ മരിച്ചു എന്നൊന്നും അറിയില്ല. അങ്ങനെ നിർബന്ധപൂർവ്വം പോലീസുമായിട്ട് ഭയങ്കരമായി ബഹളം വെച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അവരെ ഇറക്കി വിടാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ ബഹളം വെക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ഒറ്റക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളത് എനിക്ക് പിന്നീട് ചിത്രങ്ങളിലൂടെയും ആളുകൾ പറഞ്ഞതിലൂടെയും ഉള്ള ഒരു ഓർമ്മ മാത്രമാണ്. അല്ലാതെ പിന്നെ ഞാൻ ഒറ്റക്കാണല്ലോ എന്ന ധാരണയിൽ ഞാൻ പോയതല്ല. എനിക്ക് വെടികൊള്ളുമെന്ന ഒരു ഭീതി ഭീതി എന്നതിൻ്റെ ധീരത കൊണ്ടൊന്നുമല്ല, അങ്ങനെ ഒരു ബോധമേ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ സുരേന്ദ്രൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അത് കൂസാക്കിയില്ല. പിന്നെ എന്താ അവരെ നമ്മുടെ പിന്നെ മീഡിയ പ്രവർത്തകരെ, ഫോട്ടോഗ്രാഫർമാരെ മുഴുവൻ പുറത്തിറക്കാൻ കഴിഞ്ഞു. അങ്ങനെ നേരെ ആശുപത്രിയിലേക്ക് പോവാണ്. ആശുപത്രിയിലെത്തിയപ്പോഴാണ് ആളുകൾ മരിച്ച വിവരറിയുന്നത്. ആളുകൾ മരിച്ചു എന്ന് മാത്രമല്ല, അപ്പോൾ സ്വകാര്യമായിട്ട് പറയുന്നു റോഷൻ മരിച്ചുവെന്ന്. റോഷൻ്റെ അച്ഛൻ വാസുവേട്ടൻ അവിടെ ഓരോ ആശുപത്രി ഓരോ സ്ഥലത്തും എന്താ മോനെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ആശ്വസിപ്പിച്ച് നടക്കുകയാണ്. അപ്പോഴേക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ആൾ വന്നു. അത് ഇന്നത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ സഖാവ് N ധനഞ്ജയൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, ശ്രീനിവാസ മാഷ് കൂത്തുപറമ്പിൽ. അപ്പോൾ വാസുവേട്ടനോട് ഇത് പറയണം. എങ്ങനെ പറയും? അവസാനം വാസുവേട്ടനോട് പറഞ്ഞു, വാസുവേട്ടൻ റോഷൻ എവിടെ മോനെ എന്നാലും ചോദിക്കുന്നു. വാസുവേട്ടൻ റോഷൻ അവിടെയാണ്, തലശ്ശേരി ഹോസ്പിറ്റലാണ് ഉള്ളത്. അവനെന്തും പറ്റിയോ മോനെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, എന്ത് ചെറിയ പരിക്കങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് വിടുകയാണ്. അപ്പോൾ അത് മറ്റൊരു വലിയ കഥയാണ്. ആ കഥ മുഴുവനേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ ഈ മാധ്യമപ്രവർത്തനത്തിനിടയിലുണ്ടായ ഒരു അനുഭവമാണല്ലോ. അങ്ങനെ തിരിച്ച് അപ്പോഴേക്ക് 3 പേര് മരിച്ചു എന്നുള്ള അറിഞ്ഞിരുന്നു. ആക്ച്വലി ഇന്നത്തെ DGP അദ്ദേഹം അവിടെ വന്ന ഉടനെയാണ്, അദ്ദേഹം നേരിട്ട് ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ നടത്തുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഈ കൂത്തുപറമ്പിനെ കുറിച്ചോ തലശ്ശേരിയെക്കുറിച്ചോ അന്നേരം അറിയില്ലായിരുന്നു. എനിവേ അദ്ദേഹത്തോട് ഞാനാ പറയുന്നത് 3 പേര് മരിച്ചു. കാരണം അദ്ദേഹത്തെ അന്ന് ഈ DYSP ഫിലിപ്പ് പരിചയപ്പെടുത്തുന്നിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുന്നു. അപ്പോഴേ കോടിയേരിയാണ് അന്ന് ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു വരുത്തുന്നു. അവിടെ കോടിയേരിയുടെ വാർത്താ സമ്മേളനം. ആ വാർത്ത ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ അവിടെ കോടിയേരിയോട് അല്ലെങ്കിൽ അവിടെ പാർട്ടി ലീഡേഴ്സിനോട് ധരിപ്പിക്കുന്നു. അപ്പോഴേക്ക് അപ്പുക്കുട്ടൻ, പിന്നെ K ബാലകൃഷ്ണൻ, പിന്നെ P ശശി തുടങ്ങിയ ആളുകൾ പിന്നെ കണ്ണൂരിൽ നിന്ന് എത്തുന്നു. വാർത്താ സമ്മേളനം നടക്കുന്നു. ഞങ്ങൾ കൂട്ടത്തോടെ തിരിച്ചു പോകുന്നു. ആ തിരിച്ചു പോകുമ്പോൾ നാട് മുഴുവൻ രോഷമാണ്. രോഷമെന്ന് പറയുന്നത് പോലീസുകാരെ കണ്ട അവിടെ വീഴ്ത്തും. അപ്പോൾ അങ്ങനൊരു പിന്നെ രീതി. ഞങ്ങളൊരു ടാക്സിയിലാണ് പോകുന്നത്. ആ ടാക്സിയിൽ അപ്പുറത്തും ഇപ്പുറത്തും തലയിട്ടിട്ട് പരിചയമുള്ള ആളുകൾ. ഇപ്പോൾ ശശിയേട്ടൻ എല്ലായിടത്തും P ശശി എല്ലായിടത്തും പരിചയമുണ്ട്. പക്ഷേ അപ്പുക്കുട്ടനെയോ ബാലകൃഷ്ണനെയോ അങ്ങനെ പരിചയമില്ല അവിടെ ആ മേഖലയിൽ. അങ്ങനെ എന്നെ ചില സ്ഥലത്ത് പരിചയമുണ്ട്. ആ സ്ഥലത്ത് ഞാനൊരു ഭാഗത്ത് തലയിടുന്നു, വേറൊരു ഭാഗത്ത്. അങ്ങനെ തലയിട്ട് ആളുകളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് കണ്ണൂരെത്തി. അങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വലിയൊരു സ്ഫോടനാത്മകമായ വാർത്തയുടെ ബൈലൈൻ എൻ്റെതാണ് എന്ന് പറയുന്നതിലുള്ളതല്ല, അന്നത്തെ അനുഭവം അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് കഴിഞ്ഞു. കണ്ണൂർ ദേശാഭിമാനിയുടെ ദേശാഭിമാനിയുടെ ജോലിയെല്ലാം വളരെ
താല്പര്യത്തോടെ അങ്ങ് മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയ എഡിഷൻ തുടങ്ങാൻ പാർട്ടി തീരുമാനിക്കുന്നത് കോട്ടയത്ത്. അങ്ങനെ കോട്ടയത്തേക്ക് പോകും. കോട്ടയത്ത് ഞാൻ ഈ എൻ്റെ എല്ലാ അനുഭവങ്ങളല്ല പറയുന്നത്, അതിലിടയ്ക്കുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. കോട്ടയത്ത് പോകുന്നു. അവിടെ ചെന്ന് ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ സപ്ലിമെൻറ്റിൻ്റെ ജോലിയാണ്. ഈ സപ്ലിമെൻ്റ് എനിക്കെന്തോ ഒരു വിഷമം ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ സപ്ലിമെൻ്റ് ജോലി അതിൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്വം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് സീനിയോറിറ്റി വന്നല്ലോ. എന്തായാലും ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അന്ന് അവിടെ കണ്ണൂരിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു. അച്ഛന് അസുഖമാണ്. പക്ഷേ അച്ഛന് അസുഖമാണെന്ന് ഉച്ചയ്ക്കാണ് അറിയുന്നത്. അസുഖം മൂർച്ഛിച്ചു, അസുഖം മൂർച്ഛിച്ചു. എനിക്ക് പോകാൻ കഴിയുന്നില്ല. കാര്യം എന്താ? ഈ സപ്ലിമെൻ്റ് അന്ന് എൻ്റെ കയ്യിലുള്ള സാധനം അത് മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കൃത്യമായി വിഭജിച്ച ആളുകൾക്ക് നൽകിയില്ലെങ്കിൽ ആ നിശ്ചിത തീയതിയിൽ സപ്ലിമെൻ്റ് ഇറങ്ങില്ല. അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, ഇരുന്ന് ജോലി ചെയ്തു. വൈകുന്നേരം ഒരു ഇത്ര സമയമാകുമ്പോഴേക്ക് ഈ ജോലി മുഴുവൻ തീർത്തു. എന്നിട്ട് ആണ് ബസ് കയറുന്നത് തലശ്ശേരിക്ക്. തലശ്ശേരി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അച്ഛനുണ്ടായിരുന്നത്. ഞാൻ ചെന്ന് പുലർച്ചെയാകുമ്പോൾ എത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അച്ഛൻ എന്നെ ചോദിച്ചിരുന്നു. അച്ഛന് വ്യക്തമായിട്ട് സംസാരിക്കാനൊന്നും കഴിയില്ലായിരുന്നു, പക്ഷെ അവ്യക്തമായി ചോദിച്ചിരുന്നു. അപ്പോഴേക്ക് അച്ഛൻ്റെ ബോധവും പോയിരുന്നു. പിന്നീട് അച്ഛനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛൻ പിന്നെ രാവിലെ ആവും മരിച്ചു. അതൊരു വല്ലാത്ത മറ്റൊരു അനുഭവമാണ്. കാരണം പിന്നെ ആരും തടഞ്ഞു വെച്ചതൊന്നുമല്ല, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, അച്ഛനെ കാണാനും കഴിഞ്ഞില്ല. അത് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മൾ അച്ഛൻ അർഹിക്കുന്ന നീതി ചെയ്തോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. ആ മനസ്സിൽ വരുമ്പം ഇല്ല എന്നൊരു ഉത്തരം കിട്ടുന്ന ഒരനുഭവം, എനിക്ക് അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണാനെങ്കിലും പോകാമായിരുന്നില്ലേ എന്നൊരു ചോദ്യത്തിന് എനിക്കിപ്പോഴും ഉത്തരവില്ല. അത് അത്തരം പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. എന്തായാലും അത് കഴിഞ്ഞ് പിന്നീട് കോട്ടയം കഴിഞ്ഞ് അന്ന് LDF ഗവൺമെൻറ്റാണ്. സഖാവ് പിണറായി വിജയൻ വൈദ്യുതി സഹകരണ മന്ത്രിയാണ്. അദ്ദേഹം അന്ന് ദേശാഭിമാനിയിൽ നിന്ന് എന്നോട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി രാജിവെച്ച് ഒഴിയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ തിരിച്ച് കണ്ണൂർ ദേശാഭിമാനിയിലേക്ക് തന്നെ പോയി. പിന്നീട് അധികകാലം കണ്ണൂർ ദേശാഭിമാനിയിൽ തുടരാൻ കഴിഞ്ഞില്ല. കാരണം പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജോലികൾക്കായി തിരുവനന്തപുരത്തേക്ക് തന്നെ, പലപ്പോഴും എറണാകുളത്തേക്ക്, തിരുവനന്തപുരത്തേക്ക് അങ്ങനെ മാറി അതാണ് ഒരു കൃത്യമായ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുള്ള മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ അതെ, കണ്ണൂരൊന്ന് പോയി വന്നു, പിന്നെ കോട്ടയത്ത് പോയി, അവിടെ നിന്ന് വന്നു, പിന്നെ തിരുവനന്തപുരം തന്നെയാണ് കൃത്യമായ സ്ഥലം എന്ന് പറയാൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിനിടയ്ക്ക് വേറെ ചില കാര്യങ്ങളിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഏതാണ് എൻ്റെ മേഖല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആകെ ആ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് 2006 ഈ നായനാർ ഗവൺമെൻറ് വന്നപ്പോൾ കെ ബാലകൃഷ്ണൻ അന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു. പകരം കണ്ണൂർ ബ്യൂറോ ചീഫായിട്ട് ഞാൻ വന്നു. ഞാനും ബാലകൃഷ്ണൻ ഒരേ കേഡറാണ്. ബാലകൃഷ്ണൻ വന്നപ്പോൾ ഞാൻ വന്നു അവിടെ 6-7 മാസം. അപ്പോഴേക്ക് ബാലകൃഷ്ണൻ കുടുംബ പ്രശ്നമൊക്കെ ആയിട്ട് ബാലകൃഷ്ണൻ തിരിച്ച് തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞു. ഞാൻ മാറി, ഞാൻ ഡെസ്കിലേക്ക് പോയി. കുറച്ച് കാലം ബ്യൂറോയിൽ തുറന്നു, പിന്നെ ഡെസ്കിലേക്ക് പോയി. ബാലകൃഷ്ണൻ ആകെ 6-7 മാസമേ ഉള്ളൂ ബ്യൂറോയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ബ്യൂറോയിൽ ഇല്ലാതെയാണ് എൻ്റെ ഈ പരമ്പരകൾ, മറ്റ് ലേഖനങ്ങൾ അല്ലെങ്കിൽ വാർത്തകളൊക്കെ വരുന്നത്. അത് രാഷ്ട്രീയമാണ് പ്രധാനമായിട്ടും. മറ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ, ഇപ്പോൾ പിന്നെ യാത്ര നടത്തുമ്പോൾ പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടി ഒരു വിദേശ പ്രതിനിധി സംഘത്തിലയച്ചു. അപ്പോൾ അവിടെ ചെന്ന് അവിടെയുള്ള വാർത്തകൾ വരുമ്പോൾ ബൈലൈൻ വരും, അല്ലെങ്കിൽ എഡിറ്റ് പേജിൽ ലേഖനം എഴുതുമ്പോൾ ബൈലൈൻ വരും, അല്ലെങ്കിൽ വീക്കിലിയിൽ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ. ഇപ്പോൾ 1987 നായനാർ ഗവൺമെൻറ് അതിൻ്റെ പിന്നെ തുടക്കത്തിൽ ഒന്നാം വാർഷികത്തിന് ദേശാഭിമാനി സപ്ലിമെൻ്റ് ഇറക്കി. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനാണ് പോയിട്ട് സഖാവ് നായനാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ചിലതല്ലാതെ ബൈലൈൻ അങ്ങനെ
വല്ലാതെ റിപ്പോർട്ടുകൾക്ക് ബൈലൈൻ വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് RSS ഈ സുധീഷിൻ്റെ വധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് വെട്ടിക്കൊല്ലുമായിരുന്നു രാത്രി കിടന്നുറങ്ങുമ്പോൾ. അപ്പോൾ ഞാനും സുധീഷും ചെറുപ്പം മുതലേ അടുത്ത ബന്ധം, ഒരേ സ്കൂളിൽ പഠിച്ചവർ, ഒരേ ക്ലാസ്സിൽ അപ്പോൾ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുമ്പോഴും അതിനു മുമ്പും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ളത്, SFIയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചവർ, അങ്ങനെയൊക്കെയാണ്. ആ സുധീഷിൻ്റെ കൊലപാതകം എന്നെ മാത്രമല്ല, എൻ്റെ അന്ന് ചെറിയ വളരെ കൊച്ചായിരുന്ന എൻ്റെ മകനെ അടക്കം വല്ലാത്ത രീതിയിൽ ബാധിച്ചൊന്നായിരുന്നു. കാരണം അവന് സുധീഷ് നേരിട്ട് കണ്ട ഓർമ്മയൊന്നുമില്ല. അവൻ മുട്ടായി കൊണ്ടുകൊടുക്കും, ആ കൊണ്ടുകൊടുത്തൊന്നും ഓർമ്മയില്ല, അത് ആളുകൾ പറഞ്ഞിട്ടാണ് അവൻ ഓർമ്മ. പക്ഷെ അപ്പോഴും ഈ ഒരു വിരോധവും സുധീഷിനുള്ള ഒരു വൈകാരികമായ അടുപ്പമൊക്കെ അവന് പോലും വന്നതാണ്. അപ്പോൾ സുധീഷിൻ്റെ വധം മാത്രമല്ല, അതിനു മുമ്പ് ഒരു വിഷുക്കാലത്ത്, അന്ന് ഞാൻ ചെറുതാണ്, വിഷുക്കാലത്താണ് രാത്രി വന്നിട്ട് ആളുകൾ പറയുന്നത് അവിടെയുള്ള തൊട്ടപ്പുറത്ത് ബ്രാഞ്ച് സെക്രട്ടറി, അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആരാണെന്ന് എനിക്ക് അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല, ബാലൻ എന്ന് പറയുന്ന ആളെ കൊന്നു. പിന്നീട് അറിയുന്നത് എൻ്റെ ഒരു ബന്ധുവാണ്, അദ്ദേഹം ഈ കത്തി ഊരിയെടുക്കുമ്പോഴാണ് കൂടുതൽ മുറിവ് വരുന്നത്. അങ്ങനത്തെ ഒരു കത്തിയാണ് ഈ ബാലേട്ടൻ്റെ നെഞ്ചിൽ കുത്തിക്കയറ്റി, അതറിയുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ പാട്യം കൊട്ടയോടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പാട്യം ഗോപാലൻ്റെ നാട്. അദ്ദേഹത്തിൻ്റെ അവിടെ പോയി, അവിടെ ഒരു മില്ലുണ്ട്, മരം ഈർന്നെടുക്കുന്ന മില്ല്. അവിടെ പോയി മരം എടുക്കുകയാണ് വീട് പണിക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് പെട്ടെന്നൊരു വണ്ടി വന്ന് നിൽക്കുന്നു. ആ വണ്ടി നിൽക്കുന്നപ്പോൾ പരിചയമുള്ള ആളുണ്ട്. ഓടി ചെല്ലുമ്പോൾ ഒരാൾ അങ്ങ് ചോര ഒലിപ്പിച്ച് ഈ ഒരു പിക്കപ്പ് വാനിൽ കിടക്കുകയാണ്, പിക്കപ്പ് വാനിൽ ബാക്കിൽ. അത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് കുറ്റിച്ചി പ്രേമൻ എന്ന് പറഞ്ഞ, പ്രേമൻ പാർട്ടിയുടെ പ്രധാന നേതാവാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ SFIയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു കുറ്റിച്ചി രമേശൻ, കൊന്നളഞ്ഞു, മരിച്ചിരുന്നു. അപ്പം ഇങ്ങനെ RSSൻ്റെ ഒരുപാട് ആക്രമണങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഈ കേട്ട് അതിനോടുള്ളൊരു വല്ലാത്തൊരു പ്രതിഷേധവും പ്രതിരോധമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ ചിന്തയും എഴുത്തും ഒക്കെ ഈ RSS എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആയി. അങ്ങനെയാണ് RSSൻ്റെ മറ്റ് ഉള്ളറകളെക്കുറിച്ചും അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും ഒക്കെ പല ആളുകളിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെ പരമ്പരകൾ, 1, 2, 3 പരമ്പരകൾ ഞാൻ RSSനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ RSSൻ്റെ ഈ കേരളത്തിൽ പല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്നൊരു പരമ്പരയൊക്കെ ആയിരുന്നു. അതും മാധ്യമരംഗത്തങ്ങ് വല്ലാതെ ആഘോഷിക്കപ്പെടുകയൊന്നുമില്ലല്ലോ, കാരണം തീർത്തും രാഷ്ട്രീയമാണല്ലോ അതിൻ്റെ. അതൊന്ന് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, അത് 2000-ന് ശേഷമാണ്. ഈ അന്ന് NDF വലിയ രീതിയിൽ കേരളത്തിൽ സ്വാധീനമല്ല, മുസ്ലിം സമൂഹത്തിനിടയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമം നടത്തുകയും ഒരു അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം അതിശക്തമാക്കുകയും അത് ഇതാന്ന് പറഞ്ഞാൽ RSSനേക്കാൾ മുരത്ത വർഗീയത NDF പ്രകടിപ്പിക്കുകയും ചെയ്തൊരു ഘട്ടമായിരുന്നു. അപ്പോൾ NDFനെ കുറിച്ചും അതുപോലെ പല കേന്ദ്രങ്ങളിലും ചെന്ന് മനസ്സിലാക്കി പഠിച്ച് അങ്ങനെ ഒരു 8, 9, 10 ലക്കം ലേഖന പരമ്പര ചെയ്തിരുന്നു. അതൊക്കെ കേസൊക്കെ വന്നതാണ് ഒരുപാട്. RSSൻ്റെതും കേസും ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നൊന്ന് ഞാൻ മാധ്യമരംഗത്തുള്ള നമ്മുടെ സംഭാവനയൊന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയണമല്ലോ. അതിൽ മറ്റൊന്ന് മനോരമ. ഈ മനോരമ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കേരളത്തിൽ CPM ആയി ജീവിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷമായി ജീവിക്കുന്ന ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം നിരന്തരം വ്യാജ വാർത്തകൾ. അതും നമുക്ക് സാധാരണ ഈ 2 ഭാഗമുണ്ടല്ലോ. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പത്രം. രാഷ്ട്രീയ പാർട്ടി അത് CPM ആയാലും BJP ആയാലും അല്ലെങ്കിൽ CPI ആയാലും ആ പാർട്ടിയുടെ നയസമീപനങ്ങൾക്ക് അനുരോധമായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ പത്രം. എന്നാൽ മനോരമ, മാതൃഭൂമി ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമല്ല, നിഷ്പക്ഷ പത്രമാണ്. ഇപ്പോൾ വളരെ നേരിട്ട് പറഞ്ഞാൽ CPIM പ്രവർത്തകരോ അനുഭാവികളോ ആയിട്ടുള്ള ആളുകൾ പ്രതികളായ ഒരു കേസ്, ആ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ CPMനെ നേരിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു വാർത്ത എഴുതാൻ എനിക്ക് കഴിയില്ല. വാർത്തയുടെ എലമെൻ്റ് അതിലുണ്ടാവും, പക്ഷെ എന്നാൽ അതിൽ എൻ്റെ മനസ്സ് CPMനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരില്ല. അത് വാർത്തയിലും വരാൻ പാടില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പത്രങ്ങൾ അനുവർത്തിക്കേണ്ട മിനിമം ഒരു കാര്യമാണ്.
പക്ഷേ അത് സാധാരണ ഞങ്ങളൊക്കെ അനുവർത്തിക്കാറുണ്ട്. എന്നാൽ മനോരമ അങ്ങനെയാണോ? ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ പത്രം സി പി എമ്മിനോട് കാണിക്കുന്നത് മനസ്സിലാക്കാമെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരു രാഷ്ട്രീയ പത്രത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത പക്ഷപാതവും ശത്രുതയും കാണിക്കുന്ന മാധ്യമമാണ് മനോരമ എന്നാണ് അന്നും ഇന്നും എൻ്റെ വിശ്വാസം. അത് അവരും അതിനോട് വിയോജിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദിവസം അറിയാലോ. അപ്പോൾ ഇന്നലെ ഇന്ത്യ കണ്ട, ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പൊതുപണിമുടക്കായിരുന്നു. ആ പണിമുടക്കിൻ്റെ പണിമുടക്കിനെ കുറിച്ചുള്ള മനോരമ വാർത്ത, കേരളത്തിൽ പതിവ് പോലെ പണിമുടക്ക് കേരളത്തിൽ മാത്രം എന്നാണ് തലക്കെട്ട്. അതിന് തൊട്ട് മുകളിൽ അവർ കൊടുത്തിരിക്കുന്ന ചിത്രം പശ്ചിമ ബംഗാളിലെ പണിമുടക്കിൻ്റെതാണ്. അപ്പോൾ ഈ യാന്ത്രികത കൊണ്ടല്ല അത് വരുന്നത്, മനസ്സിലുള്ള വിഷമാണ്. തൊഴിലാളികളോട്, തൊഴിലാളി വർഗത്തോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്, ഇടതുപക്ഷത്തോട് കൊടും വിഷം നിരന്തരം വമിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് മനോരമ എന്ന് ഏത് കാലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അപ്പോൾ അതുകൊണ്ട് മനോരമയെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് ഞങ്ങളൊക്കെ വളരെ ശക്തമായി വിമർശിച്ചിരുന്നുവെങ്കിലും അന്ന് ജി ശക്തിധരൻ ദേശാഭിമാനിൽ വിഷവൃക്ഷത്തിൻ്റെ അടിവേരുകൾ തേടി എന്നൊരു പരമ്പര ചെയ്തിരുന്നു. വളരെ അന്ന് പി ഗോവിന്ദപിള്ളയുടെ വലിയൊരു ഒരു സഹായവും അദ്ദേഹത്തിന് കിട്ടിയത്. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ചെയ്തത് അത് അതിമനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് മനോരമയെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ നമുക്ക് സത്യം പറഞ്ഞാൽ അതിന് ശക്തിയില്ല. എന്നാലും മനോരമയെക്കുറിച്ച് വീണ്ടും ഒരു പരമ്പര ചെയ്യാൻ എന്നെ ദേശാഭിമാനി ചുമതലപ്പെടുത്തി, അത് ചെയ്യുകയും ചെയ്തു. പിന്നെ അടുത്തത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചുമതല അതത് ഘട്ടങ്ങളിൽ CPIM-നെയും ഇടതുപക്ഷത്തിനെയും ആക്രമിക്കുന്ന മാധ്യമങ്ങൾക്കും വലതുപക്ഷ രാഷ്ട്രീയത്തിനും കൃത്യമായി യുക്തമായ മറുപടി നൽകൽ എന്നായിരുന്നു. അത് ഇന്ന് വന്നാൽ ഇന്നത്തെ മറുപടി അത് ചിലപ്പോൾ നാളത്തേക്ക് നിലനിൽക്കണമെന്നില്ല. എന്നാൽ പോലും അത് എല്ലാ ഘട്ടങ്ങളിലും ആ മറുപടി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിച്ചു എന്നൊക്കെ വായിക്കുന്ന ആളുകളും ഒക്കെയാണ് വിലയിരുത്തേണ്ടത്. ചാനൽ പിന്നീട് ഇത് ചുമതല മാറി അവസാനം 2004 കഴിഞ്ഞപ്പോൾ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൻ്റെ ചുമതലയിലേക്ക് വന്നു, അസോസിയേറ്റ് എഡിറ്ററായി. പിന്നീട് ആ ഘട്ടത്തിൽ ചാനലുകളിൽ ഞാനങ്ങനെ വളരെ വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്നു ചാനലിൽ പോകാൻ. കാരണം എനിക്കൊരു പ്രസൻറ്റബിളായിട്ടുള്ള ഒരു മുഖമാണോ ശബ്ദമാണോ എന്നൊന്നും തിരിച്ചറിയില്ല. അതിനൊരു കാരണമുണ്ട്. ഈ 88 അന്ന് ദൂരദർശനിൽ അന്ന് ഏലിയാസ് ജോണും ലീൻബി ജസ്മസും ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. അങ്ങനെ അന്നത്തെ കൃഷി വകുപ്പ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ പോയി. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ അന്ന് TV ഇല്ലായിരുന്നു. ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ TV ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടില്ല. പിന്നെ ഇത് ഇപ്പോഴുള്ള പോലെ യൂട്യൂബിൽ അടിച്ച് നോക്കി കാണാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനെ പക്ഷേ അടുത്ത ആഴ്ച കേരള കലാകൗമുദിയിലാണോ, കലാകൗമുദിയിൽ തന്നെ, പിന്നെ ശബ്ദസ്ഫുടതയില്ല, പിന്നെ ആശയവ്യക്തതയില്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു വാചകമോ 2 വാചകമേ ഉള്ളൂ. ഇത് വന്നു. അതോടെ എനിക്ക് ആകെ ഒരു വല്ലാത്ത ഒരു ജാള്യം വന്നു. കാരണം ഞാനിതിന് പറ്റാത്ത ഒരാളായിരിക്കും എന്നുള്ള മട്ടിൽ. അതോടെ എനിക്ക് ഒരു വൈഷമ്യവും വൈക്ലഭ്യമൊക്കെ വന്നു. പിന്നീട് എനിക്ക് ചാനലിനോട്, പിന്നെ ഈ ഏഷ്യാനെറ്റ് തുടങ്ങുന്നതിന് ഘട്ടത്തിൽ, അത് എനിക്ക് തോന്നുന്നു 93-ലോ ആ ഘട്ടത്തിലാണ്, പിന്നെ ചില സ്ക്രിപ്റ്റുകൾ ചിലർക്ക് വേണ്ടി എഴുതി കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെക്കുറിച്ച് അങ്ങനെയുള്ള ചില, അന്ന് വടകരയിൽ നിന്ന് മാത്രമായിരുന്നു അവരുടെ സംപ്രേഷണം. വടകര മാത്രമാണ് അവരുടെ കിട്ടുന്നത്. അങ്ങനെ എന്തുകൊണ്ടായിരുന്നു സിംഗപ്പൂരിന് സംപ്രേഷണം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചിലതെല്ലാം എഴുതി കൊടുക്കുമായിരുന്നു. പിന്നെ സിനിമ റിപ്പോർട്ടിങ്ങിനോട് താല്പര്യമായിരുന്നു. ഡൽഹി സിനി ഫോർട്ടിലും മറ്റൊക്കെ സിനിമയിലും റിപ്പോർട്ട് ചെയ്യാൻ പോകുമായിരുന്നു. അതൊന്നും നമ്മളൊരു പൂർണ്ണമായും ഒരു വഴിയിലേക്ക് നയിച്ച കാര്യങ്ങളല്ല. ആ നയിച്ചത് രാഷ്ട്രീയം മാത്രമാണ്. അപ്പോഴാണ് പിന്നീട് നിർബന്ധിതനാവുകയാണ്. ഈ ചില കാര്യങ്ങളിൽ വരുമ്പോൾ ഈ TV ചർച്ചയ്ക്ക് പോകാൻ ആൾ വളരെ ചുരുക്കമായിരുന്നു അന്ന്. അപ്പം അങ്ങനെ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ മാധ്യമപ്രവർത്തകരുമായിട്ട് വലിയ ആത്മബന്ധം ഉണ്ടാവുമല്ലോ. അതായത് ഏറ്റവും കടുത്ത രീതിയിൽ മാധ്യമങ്ങളിൽ എതിർക്കുന്ന ആളുകളോട് പോലും ആത്മബന്ധം പുലർത്താനും അവരോടുള്ള സൗഹൃദം അതിൻ്റെ എല്ലാ നൈർമല്യത്തോടെയും കാത്തു സൂക്ഷിക്കാനും എക്കാലത്തും ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരു ഘട്ടത്തിൽ പോലും ഒരാളെ
നേരിട്ട് ചാനൽ ചർച്ചകളിലും പത്രത്തിൽ എഴുതുമ്പോഴൊക്കെ അവരെ രാഷ്ട്രീയം പറഞ്ഞ് അവരെ രാഷ്ട്രീയത്തിൽ അവരെടുത്ത നിലപാടുകളെയും അതിൻ്റെ പിന്നിലുള്ള വ്യക്തിയെക്കുറിച്ചൊക്കെ പറയും. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അതുകൊണ്ട് ഒരു വിഷയം കൊണ്ട് അവരെ വ്യക്തിപരമായി അവരുമായി അകലാനോ അവരുമായി ശത്രുത സൂക്ഷിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. ഈ ബന്ധങ്ങളുള്ള ആളുകളൊക്കെ വല്ലപ്പോഴും വിളിച്ചാൽ 10 തവണ വിളിക്കുമ്പോൾ 1 തവണയെങ്കിലും പോകും. പക്ഷെ അങ്ങനെ പിന്നെ ഒരു ദിവസം ആ ഘട്ടത്തിലുള്ള ഒരു കഥ പറയേണ്ടത്, മാധ്യമപ്രവർത്തനം അങ്ങ് TV ചാനൽ മാത്രം അങ്ങ് ഒതുക്കിക്കൂടാ, TV യും കൂടെ ഉണ്ട് അതിൽ. അതായത് ലാവലിൻ കേസ് കെട്ടിപ്പൊക്കിയ കേസാണെന്നും തെറ്റായ കളവായ കേസാണെന്നും അത് പിണറായി വിജയൻ എന്ന മനുഷ്യനെ തകർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നും അതിലൂടെ CPM അതൊക്കെ വളരെ കൃത്യമായിട്ട് ധരിക്കുകയും അത് എഴുതുകയും ആവർത്തിച്ചെഴുതുകയും ആദ്യം തന്നെ അതിൻ്റെ പരമ്പര ഞാനാണ് കൊടുക്കുന്നത്. ഒരു 9 ദിവസം തുടർച്ചയായിട്ട് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുന്ന പരമ്പര, പിന്നെ മലബാർ ക്യാൻസർ സെൻ്റർ വരെയുള്ളത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം മനോരമയാണ് കൊണ്ടുവരുന്നത് ലാവലിൻ കേസിനെ വരദാചാര്യയുടെ തലപരിശോധനയുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അത് വേറൊരു വിഷയത്തിലാണ് എന്നും അത് കേരള കൗമുദിയിലാണ് അച്ചടിച്ച് വന്നതെന്നും. അങ്ങനെ കേരള കൗമുദിയിൽ അത് എഴുതിയ ലേഖകനോട് ഞാൻ പോയി ചോദിക്കുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ കൈമലർത്തി, ആ ഘട്ടത്തിലെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് കൈമലർത്തിയതാവാം, ഓർമ്മയില്ലെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയ കാലമാണല്ലോ സഖാവ് പിണറായി മന്ത്രിയായിരുന്ന കാലം. ഞങ്ങളവിടെ പോയി ദേശാഭിമാനിയിൽ ഫയലെടുത്ത്, അന്ന് എല്ലാ ഫയലും കൃത്യമായി സൂക്ഷിക്കുന്ന ലൈബ്രറി. അപ്പോൾ കേരള കൗമുദി മൊത്തം പരതുന്നു, കാണാനില്ല. വീണ്ടും 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 ആവർത്തിച്ച് കേരള കൗമുദി പരിശോധിക്കുന്നു, ഒരിടത്തും കാണാനില്ല. അപ്പം അന്ന് വേറെ ബുദ്ധി തോന്നിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ആകെ നിരാശ ബാധിച്ച് ഇപ്പോൾ വരദാചാര്യയുടെ തലപരിശോധന ഈ ലാവലിൻ കരാറിനെ എതിർത്തത് കൊണ്ടാണെന്നും അങ്ങനെ എതിർത്ത ഈ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തല ഒരു മനോരോഗ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് പിണറായി വിജയൻ ഫയലിൽ കുറിച്ചുവെന്നും ആ ഫയൽ പിന്നീട് AK സെന്ററിൽ വെച്ച് മുക്കിയെന്നും എന്നാൽ വരദാചാരി വന്നിട്ട് എനിക്ക് ആ വല്ലാത്ത ദുരനുഭവമായിരുന്നു അത് എന്നും മൊഴി കൊടുക്കുന്നു. CBI അത് രേഖപ്പെടുത്തുന്നു. അവസാനം കുറ്റപത്രത്തിലെ ഒരു തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നായി ഇതിനെ മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ എഴുതിയാലൊരു പരിധിയുണ്ടല്ലോ. ആ എഴുതിയതിന് ശേഷമാണ് പെട്ടെന്ന് ഗവർണർ പിണറായിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നത്. അതിൻ്റെ വലിയ വേറെ ഒരുപാട് കഥകളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അനുവാദം കൊടുത്തപ്പോൾ അന്ന് അദ്ദേഹം ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഈ അവസാന ഘട്ടം എന്ന നിലയിൽ ഒരു പരിശോധന വലിയ തോതിൽ നടത്തി ദേശാഭിമാനി ലൈബ്രറി. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയായ അന്നത്തെ ദേശാഭിമാനിയുടെ കിളിമാനൂർ ഏരിയ ലേഖകൻ ബൈജു, ആ ബൈജു ഉണ്ട്, NB ചന്ദ്രശേഖരൻ കൈരളിയുണ്ട്, NB ബാലകൃഷ്ണൻ അന്ന് കൈരളിയായിരുന്നു, ഇപ്പോഴും പ്രസ് 1 എന്ന് പറഞ്ഞ് TV നടത്തുന്നു, അദ്ദേഹമുണ്ട്. ഞങ്ങളൊക്കെ ചേർന്ന് അവസാന ഘട്ടം ഇങ്ങനെ ഫയൽ പരിശോധിക്കുകയാണ്. ആ പരിശോധനയ്ക്കിടയിലാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ കൃത്യമല്ല ആയിരിക്കില്ല ചിലപ്പോൾ, 1996 നവംബർ 10 ആണെന്ന് തോന്നുന്നു, 10 11 തീയതി പത്രമാണ് ഈ ബൈജു സഖാവിന് കിട്ടുന്നത്. അദ്ദേഹം മറിച്ച് അതിൻ്റെ ലാസ്റ്റ് ബട്ട് 1 പേജിൽ ഒരു ചെറിയ വാർത്ത, ആ വാർത്തയിൽ പറയുന്നത് സഹകരണ മന്ത്രിയുടെ പരാമർശത്തിൽ IAS വൃത്തങ്ങളിൽ അതൃപ്തി എന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ ഇങ്ങനൊരു വാർത്തയുണ്ട് ഇതിൽ, സഹകരണ മന്ത്രിയുടെ പരാമർശത്തിൽ IAS വൃത്തങ്ങൾ അതൃപ്തി. പക്ഷേ എന്ത് വാർത്തയാണ്, എന്ത് പരാമർശമാണെന്നില്ല, അതൃപ്തിയുണ്ട്. സഹകരണ മന്ത്രി ഈ വരദാചാര്യയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് അതൃപ്തി എന്നും പറയുന്നുണ്ട്. പക്ഷേ എന്ത് പരാമർശമാണെന്നില്ല. ഞാൻ എന്നാൽ പിന്നെ കിട്ടിപ്പോയി എന്നുള്ള മട്ടിൽ അങ്ങ് വലിയ സന്തോഷമായി. അപ്പോൾ അതതിൻ്റെ തൊട്ട് മുമ്പത്തെ പത്രം നോക്കുന്നു, കാണാനില്ല, ഒരു വാർത്തയും കാണാനില്ല. അതിൻ്റെ മുമ്പിലത്തെ പത്രം നോക്കി, കാണാനില്ല. അപ്പോഴേക്ക് പിന്നെയും തടഞ്ഞു, ഇതെന്താ ഇങ്ങനെ. അപ്പോഴാണ് പെട്ടെന്ന് ഈ നേരത്തെ ഉണ്ടാവേണ്ടിയിരുന്നൊരു ബുദ്ധി അന്നേരം വരുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ
ആ സമയത്ത് മറ്റു പത്രങ്ങളിലും വന്നിട്ടുണ്ടാവില്ലേ? ഉടനെ മനോരമയുടെ മാതൃഭൂമിയുടെ ഫയലെടുത്തു. കൃത്യം ഈ നവംബർ 11 പത്രത്തിൽ പിന്നെ ഈ വരദാചാരി അന്ന് പഞ്ചായത്തുകളുടെ ഫണ്ട് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കണമെന്ന സഹകരണ വകുപ്പിൻ്റെ ശുപാർശയിന്മേൽ അന്നത്തെ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എഴുതിയ അഭിപ്രായം കേരളത്തിലെ സഹകരണ ബാങ്കുകൾ അതിനു മാത്രം വിശ്വാസ്യതയുള്ളതല്ല എന്നതായിരുന്നു. ആ പരാമർശം കേരളത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾ എഴുതിയതാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തല ഒരു മനോരോഗ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ് എന്ന് ഈ സഹകാരി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പിണറായി വിജയൻ ഒരു കുറിപ്പ് എഴുതിയിട്ട് അത് അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് നായനാർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ കഥ ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം, ഒരു ഇതും കൂടെ കഴിഞ്ഞ് പറയാം. അപ്പോൾ ഈ കഥയെല്ലാം പറഞ്ഞിട്ട് സഹകരണ വകുപ്പിൻ്റെതാണ്, ഇന്ന വിഷയത്തിലാണ് എന്ന് മനോരമയിലും മാതൃഭൂമിയിലും വാർത്ത. ഉടനെ പിന്നെയും കൗമുദി തപ്പി, എന്തുകൊണ്ട് ഇത് കാണുന്നില്ല നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ ദിവസത്തെ പത്രം ആ ഫയലിലുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും? എങ്ങനെയും സംഭവിക്കാം. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പിന്നെ കാലം വിലയിരുത്തേണ്ട കാര്യമാണ്. ഉടനെ അത് അവിടെ മാത്രമല്ലേ പോവും. അടുത്ത ഘട്ടം നോക്കാം. AK സെൻറ്ററിൽ വിളിച്ച്, അന്ന് K സജീവനാണ് AK സെൻറ്ററിൽ ഓഫീസ് സെക്രട്ടറി. അദ്ദേഹത്തെ വിളിച്ച് ഇന്ന ദിവസത്തെ പത്രം വേണമെന്ന് പറഞ്ഞു, ഇന്ന വാർത്ത വേണമെന്ന് പറഞ്ഞു. 10 മിനിറ്റിനകം വാർത്തയുടെ ഫാക്സ് ദേശാഭിമാനിലെത്തുന്നു. അപ്പോഴേക്ക് തന്നെ ഒരു വലിയൊരു ഓണം ബമ്പർ ലോട്ടറി അടിച്ച സന്തോഷത്തോടു കൂടി NB ചന്ദ്രശേഖരനും NV ബാലകൃഷ്ണനും കൈരളിയിലേക്ക് ഓടുന്നു. വാർത്ത അപ്പം തന്നെ തയ്യാറാക്കുന്നു. ദേശാഭിമാനി പിറ്റേന്നല്ലേ അച്ചടിച്ച് വരൂ. അപ്പോൾ കൈരളിയുടെ എക്സ്ക്ലൂസീവ്, ദേശാഭിമാനി എക്സ്ക്ലൂസീവ്, 2 വാർത്ത വരുന്നു. അപ്പോൾ അത് ഒരു വലിയ ഒരു രാഷ്ട്രീയ നുണയെ പൊളിച്ച ഒരു അനുഭവമായിരുന്നു. കാരണം പിറ്റേന്ന് ഇത് കിട്ടിയപ്പോൾ അതിൻ്റെ ബൈലൈനും വന്ന പത്രവും ഒക്കെ ഓർമ്മയുണ്ട്, പിന്നെ ലേഖനം ഓർമ്മ വന്നു കാര്യങ്ങൾ. പക്ഷെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ പിന്നെ ഇതുവരെ ഈ പത്രങ്ങൾ മനോരമ പിന്നെയും വേണ്ടി, മാതൃഭൂമി പിന്നെ വേണ്ടിയിട്ടേ ഇല്ല വരദാചാരിയുടെ തലയുടെ കാര്യം. പക്ഷെ മനോരമയിൽ പിന്നെയും വന്നു ഇത്ര ശക്തിയില്ല. പിന്നെ CBIയുടെ കുറ്റപത്രം അത് മൊത്തം കളവാണെന്നതിൽ ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണല്ലോ. അതും അങ്ങ് പോയി. എന്തായാലും ലാവ്ലിൻ കേസിനെ പൊളിക്കാൻ ഞങ്ങളൊക്കെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എണ്ണിപ്പറയാവുന്ന ഒന്ന് ഇതായിരുന്നു. മാധ്യമപ്രവർത്തനത്തിൽ മറ്റൊരു ഇതാണ്. വേറൊരു ഘട്ടം കൂടി പറയാം. മാധ്യമപ്രവർത്തനത്തിൻ്റെ അനുഭവം പറഞ്ഞു വരുമ്പോൾ, അത് കഴിഞ്ഞ് അന്ന് ലാവ്ലിൻ കേസിൻ്റെ വിധി വരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചാനലുകളിൽ പോകാറുണ്ട്. ആ വിധി വന്നപ്പോൾ ഞങ്ങൾ അതുവരെ നടത്തിയൊരു പോരാട്ടത്തിൻ്റെയും കൂടെ വിജയമാണല്ലോ. പോരാട്ടത്തിൻ്റെ വിജയമാണല്ലോ, ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെയും കൂടെ വിജയമാണ്. അപ്പോൾ അന്ന് കൈരളി ചാനലിൽ ചർച്ചയ്ക്ക് ഞാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊന്നും ആരും ശ്രദ്ധിക്കുന്നൊരു ഘട്ടമല്ല. പക്ഷെ അന്ന് ഈ കഴിഞ്ഞ ദിവസം പോലും ആരോ എഴുതി കണ്ടു. അന്ന് പറഞ്ഞ ഒരു കാര്യം ഈ എഴുതിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഈ സ്കാൻഡൽസ്, പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സ്കാൻഡൽസ് വരാറുണ്ട്. ഈ സ്കാൻഡൽസ് വന്നു കഴിഞ്ഞാൽ അവരൊന്നും ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആ സ്കാൻഡൽസിൻ്റെ പുകമറയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയാതെ മരിക്കുന്ന ആളുകളാണ്. അത് മരിച്ചു കഴിഞ്ഞാലാണ് ഇവർ അങ്ങനെ ആയിരുന്നില്ല, നല്ലവരാണെന്ന് മനസ്സിലാകും. പക്ഷേ ഈ കേസിൻ്റെ ഈ വിധി വന്നതോടെ പിണറായി വിജയൻ അതുവരെ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ വീട് പൊളിച്ചു കൊടുത്തു. അത് കൊട്ടാരം പോലത്തെ വീട്. ആ കുന്നംകുളത്തുള്ള ഒരു പേർഷ്യക്കാരൻ്റെ വീട് കാണിച്ചിട്ടാണ് പിണറായി വിജയൻ്റെ വീടാണെന്ന് പറഞ്ഞത്. പിന്നെയോ കമല ഇൻ്റർനാഷണൽ, അവിടെ ചെന്ന് ഈ സിംഗപ്പൂർ ഗവൺമെൻറ്റിനോട് വിളിച്ച് അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലയെന്ന് അവർ പറയുന്നു. ഇവിടെ എൻഫോഴ്സ്മെൻറ്റും മറ്റു ആളുകളും ഒക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല അത്. പിന്നെയോ ടെക്നിക്കാലിയ, യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു കൺസൾട്ടിങ് കമ്പനിയായിരുന്നു ഈ ലാവ്ലിൻ ഇത് മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ, അത് ഇദ്ദേഹത്തിൻ്റെതാണെന്ന്. പിന്നെ ഈ ഹൈവേക്ക് അപ്പുറം ഇപ്പുറം ഉയരുന്ന ഓരോ കെട്ടിടം കാണുമ്പോൾ ഇത് പിണറായി വിജയൻ്റെ കെട്ടിടം എന്ന് പറഞ്ഞൊരു കാലമായിരുന്നു. അത് മുഴുവൻ തകരുന്നത് ലാവ്ലിൻ കേസിൻ്റെ വിധിയോടെയാണ്. പക്ഷേ അതോടൊപ്പം അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒരു സജീവ സാന്നിധ്യമില്ല. പക്ഷേ ബ്ലോഗുകളുണ്ടായിരുന്നു. ഈ ബ്ലോഗുകളിലൂടെയൊക്കെ ഈ ഉയർന്നു വരുന്നൊരു പുതിയ തലമുറ, ആ തലമുറയിൽ ഞങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ആ തലമുറയുടെ ഒരു വലിയൊരു ഇടപെടൽ അതിലുണ്ടായിരുന്നു. അതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ പറയാവുന്ന കുറേ പേരുകളുണ്ട്. നമ്മൾ കിരൺ തോമസ്, KG ബൈജു, സെബിൻ ജേക്കബ്, ഇങ്ങനെയുള്ള കുറേ ആൾ, ഞാൻ ചില പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഒരു ഡോക്ടർ സൂരജ്,
ഇവരൊക്കെ അതിനു മുമ്പ് ഇതൊന്നും എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഇത് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒരു വശം ഇതിനുണ്ട് എന്ന് അറിയിക്കുന്നത്. അതുപോലെ ഡോക്ടർ തോമസ് ഐസക്ക്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു 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 കേന്ദ്രീകരണമായിരുന്നു. ഈ എതിർപ്രചാരണം എന്നത് മലവെള്ളപ്പാച്ചൽ പോലെയാണല്ലോ. അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്നാൽ അവസാനം അതിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ വിധിയോടുകൂടി അതങ്ങ് മതി. ഇപ്പോൾ ആരും ലാവൽ എന്ന് പറയുന്നു, ആരും ലാവൽ എന്ന് പറയില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം അത് എൻ്റെ മാധ്യമപ്രവർത്തനവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് ഞാൻ ആ അനുഭവം പറഞ്ഞത്. പിന്നീട് അങ്ങനെയാണ് അന്ന് ഈ ലാവലിൻ കേസിൽ വന്ന ഒരു ഈ വിധിയെക്കുറിച്ച് അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് അന്ന് കൈരളി പോയി ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് പലരും ശ്രദ്ധിക്കുന്നത്. അന്ന് പറഞ്ഞൊരു കാര്യം ഈ സ്കാൻഡൽസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ സ്കാൻഡൽസ് അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും പോലും ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അന്ന് ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് എനിക്ക് ഈ സാധാരണ ജീവിതത്തിൽ ഞാൻ ഇടയ്ക്ക് ക്ഷോഭം വരുന്ന ആളുകളാണ്. പക്ഷേ ഈ ചാനൽ ചർച്ചകളിൽ അങ്ങനെ വല്ലാതെ ക്ഷോഭം വരുന്നൊരു അനുഭവം ഉണ്ടാവാറില്ല. ആളുകൾ പറയുന്നത് വളരെ ക്ഷമയോടെ കേൾക്കുക, അതിനറിയാവുന്ന മറുപടി. ഈ അറിയാവുന്ന മറുപടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാധ്യമപ്രവർത്തകരാകുമ്പോൾ ഒരു ഗുണം, നമുക്ക് വലിയ അഗാധമായ ജ്ഞാനമൊന്നും വിഷയങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഓരോ വിഷയത്തിലും അന്നന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ പ്രാഥമിക ജ്ഞാനം ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് വൈകിട്ടെടുക്കുന്ന ചർച്ച അത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അല്ലെങ്കിൽ ഇത് കേരള യൂണിവേഴ്സിറ്റിയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഗവർണർ അധികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അത് ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്ത് ഒരുപക്ഷെ ആ വിഷയത്തിൽ എഡിറ്റോറിയലടക്കം എഴുതിയിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും ആ എടുക്കുന്ന വിഷയത്തിൽ പ്രാഥമിക ധാരണയും ഈ എതിരാളികൾ എന്ത് പറയും എന്ന ഒരു ബോധവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചർച്ചയിൽ വല്ലാതെ തോറ്റോടേണ്ടി വരില്ല. പക്ഷേ പുതിയ ചർച്ചയിൽ നമ്മൾക്ക് തോറ്റോടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചില സീമകളുണ്ടല്ലോ, ആ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടുള്ള അത് സാധാരണ ജനങ്ങൾക്ക് അരോചകമായി തോന്നുന്നു. ഇപ്പോൾ ചർച്ച മുഴുനീളെ കാണുന്ന ആളുകളൊന്നുമില്ല, ചാനൽ ചർച്ചകളും അതിൽ വരുന്ന ചില റീൽസ്, ഈ ചർച്ചയ്ക്കിടയിൽ നിന്ന് വരുന്ന ചില തെറിവിളികൾ, ഇതൊക്കെ എടുത്തിട്ട് ആളുകൾ ആഘോഷിക്കുമെന്നല്ലാതെ ഈ മുഴുവൻ ചർച്ച കാണാൻ നേരത്തെ ഒരു വലിയ ഷോ ആണല്ലോ. ഇപ്പോൾ അതിന് പകരം ആളുകളെ വിളിച്ച് വരുന്നതിന് പകരം എഡിറ്റർമാർ തന്നെ ഇരുന്ന് പരസ്പരം തെറി വിളിക്കുന്ന അനുഭവം. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത് നേരത്തെ മലപ്പുറം ജില്ലയിൽ ഇടക്കാലത്ത് ചില വല്ലാതെ മലപ്പുറം ജില്ലയിലെ കേരളത്തിലാകെ ഈ NDF എന്ന് പറയുന്ന സംഘടനയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർ NDF എന്ന് പറഞ്ഞാൽ RSSനെ പോലെ ഉള്ള ഒരു വർഗീയ ഇവിടെ അവർ അധികാരത്തിൽ എത്തുകയോ എത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ട് RSSനോളം അപകടകാരിയല്ല എന്ന് നമുക്ക് കാണേണ്ടി വരുന്നതേ ഉള്ളൂ. പക്ഷേ അപകടം ഒരുപോലത്തെയാണ്. ആ NDF അവിടെ മലപ്പുറം ജില്ലയിൽ പലതരം വിലക്കുകളുണ്ട് അവരുടെ. അങ്ങനെ ചില വിലക്കുകൾ ഏർപ്പെടുത്തി, അത് വർഗീയമാണ്. അങ്ങനെ ഏർപ്പെടുത്തുന്ന വർഗീയ വിലക്കുകളെക്കുറിച്ച് അന്നത്തെ വണ്ടൂർ MLA, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ MLA സഖാവ് എൻ കണ്ണൻ നിയമസഭയിൽ സംസാരിച്ചു. ആ നിയമസഭയിൽ സംസാരിച്ച വിഷയം ഒരു ചാനലിൻ്റെ പേര് പറയാം, മീഡിയ 1. ഈ ചാനലിലിരുന്ന് അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള അദ്ദേഹം ദാവൂദ് എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് ഈ NDF എന്ന പേര് ഒഴിവാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് ശബരിമല ദർശനത്തിന് തുണി വാങ്ങാനോ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് ദിനത്തിൽ നക്ഷത്രം വെക്കാനോ അനുവാദം നൽകാത്തവരാണ് മുസ്ലിങ്ങൾ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഈ കണ്ണൻ നിയമസഭയിൽ പ്രസംഗിച്ചുവെന്നും അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞ് 2005 ഈ കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ അത്തരമൊരു സമീപനത്തിലേക്ക് എത്തിയതെന്നും അപ്പോൾ BJPയേക്കാൾ കടുത്ത മുരത്ത വർഗീയവാദികളാണ് CPMകാരാണെന്നും പറയാൻ ഉപയോഗിക്കുകയാണ്. ഏത് ചരിത്രമുണ്ട്, വസ്തുതയുണ്ട്, നിയമസഭാ പ്രസംഗമുണ്ട്, അതിൻ്റെ കൃത്യമായ രേഖകളുണ്ട്. ഇതൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രചാരണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി ഇത്തരം നുണപ്രചാരങ്ങളോട് നമ്മൾ എങ്ങനെ പോയി സംവദിക്കും? അതുകൊണ്ട് പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ ആരോഗ്യപരമായ അല്ലെങ്കിൽ സംവാദാത്മകമായ ഒരു അന്തരീക്ഷം ഈ ദൃശ്യമാധ്യമങ്ങളിലെ ഈ ഇതുപോലുള്ള ഈ ഡിബേറ്റുകളിൽ നഷ്ടപ്പെടുന്നു എന്ന് ഒരു വസ്തുതയാണ്. എന്തായാലും ഞാൻ അവിടെ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നയാളല്ല. ഞാൻ അന്ന് ദേശാഭിമാനിയിൽ നിന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ
പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരേണ്ടി വന്നു. ആ ഒരു വരവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുവരെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവുമ്പോൾ ഔദ്യോഗിക മാധ്യമ പ്രവർത്തനമാണ്. അതുവരെ ദേശാഭിമാനിയുടെ ഒരു പത്രത്തിൻ്റെ പ്രവർത്തനമാണെങ്കിൽ ഇത് ഔദ്യോഗിക മാധ്യമ പ്രവർത്തനമായി. അപ്പോൾ ഔദ്യോഗിക മാധ്യമ പ്രവർത്തകന് ഒരു പത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കാൾ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടാവും. ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ MLA-മാർ അല്ലെ ഒരുപക്ഷെ മന്ത്രിമാർ വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്നവരും അവർ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാക്കളാവാം. അപ്പോൾ നമ്മൾ വ്യക്തിജീവിതത്തിൽ വളരെ ഒരു അടുത്ത സ്വാതന്ത്ര്യം എടുക്കുന്നവരുമായിരിക്കാം. പക്ഷേ അത്തരമൊരു സ്വാതന്ത്ര്യം ഒരു മന്ത്രി ഓഫീസിലിരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ഒരാൾക്ക് ഒരു മാധ്യമ പൊതുവേദിയിൽ ചെന്ന് എടുക്കാൻ കഴിയുമോ? അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ പേര് വിളിച്ച് മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭരണഘടനാപരമായി നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രിവിലേജുകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രിവിലേജുകളുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ആരെയും സാറേന്ന് വിളിക്കേണ്ടി വരാറില്ല. അത് ചില ആളുകളതൊരു അഹന്തയായിട്ട് കണക്കാക്കുന്നത് വേറൊരു കാര്യം. ഇപ്പോൾ നമുക്കെല്ലാവരും പ്രായത്തിൽ മുതിർന്ന ആളുകളെ ചേട്ടാ മാമ എന്നൊന്നും എല്ലാവരെയും വിളിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചില ആളുകളെ ഈ ബഹുമാന പുരസ്സരം സാറേന്ന് വിളിക്കേണ്ടി വരുമെന്ന് അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാംസ്കാരിക നിലവാരം, നമ്മുടെ സദാചാര നിലവാരം അത് ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് പെരുമാറേണ്ടി വരും. അത് പെരുമാറില്ല എന്ന് വാശി പിടിക്കുകയും നമ്മുടെ പിതൃതുല്യരായിട്ടുള്ള പിതൃസമാനരായ ആളുകളെ മിസ്റ്റർ ഡാഷ് എന്ന് വിളിക്കുകയും അവരെ ആ രീതിയിൽ അതൊരു അവമാനിക്കലും കൂടിയാണ് ചില ഘട്ടങ്ങളിൽ. അത് ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ സ്വയം അനുഭവിക്കുന്ന പ്രിവിലേജുകളിൽ ഒന്നാണ് സാർ വിളി ഇല്ലായ്മ. പക്ഷേ മറ്റൊരു രംഗത്ത് ഔദ്യോഗിക രംഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ വരുന്നു, ചീഫ് സെക്രട്ടറി വരുന്നു. ചീഫ് സെക്രട്ടറി ഉയർന്ന എന്തായാലും പ്രായം ഇപ്പോഴുള്ള അവസ്ഥയിൽ എന്നെക്കാളും പ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ തുല്യമായ പ്രായമെങ്കിലും ഉണ്ടാവും. അദ്ദേഹത്തെ പേര് വിളിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ ചിലപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട് എന്നല്ല, ചെയ്യുന്നത് മോശമാണോന്നുമല്ല, സാറിന് വിളിക്കേണ്ടി വരും. അപ്പോൾ മാധ്യമപ്രവർത്തകരും ഈ ഔദ്യോഗിക മാധ്യമപ്രവർത്തകരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു ഘട്ടം വന്നപ്പോൾ വ്യവച്ഛേദിച്ചറിയാൻ പറ്റില്ല, രാഷ്ട്രീയം തുറന്ന് പറയാൻ പറ്റില്ല. കക്ഷി രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം മനസ്സിലാണ്, പക്ഷെ അത് പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ പോയിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൊടിയും പിടിച്ചോ അല്ലെങ്കിൽ ബാനറും പിടിച്ച് ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അത് എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം അല്ലാതായി മാറി. സ്വാഭാവികമായും അതിൽ മറ്റു ചില നിയമപ്രശ്നങ്ങളും വരും, ചില ചട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അത്തരമൊരു വ്യവച്ഛേദിക്കൽ കൊണ്ട് മാത്രം ഇത് നിർത്തിയ ആളാണ് ഞാൻ. പക്ഷെ എന്നാൽ എനിക്ക് ഒരു ഇതുള്ളത്, ഈ മാധ്യമപ്രവർത്തനം അങ്ങനെ അങ്ങ് അവസാനിക്കുന്ന ഒരു സാധനം അല്ലാന്ന് തോന്നുന്നു. ഒരിക്കൽ മാധ്യമപ്രവർത്തനമായി കഴിഞ്ഞാൽ മരിക്കുന്നവരെ അതാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് കൂടെ ജോലി ചെയ്ത് ആളുകൾ റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട്. അവരാരും അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുന്ന കാണുന്നില്ല. മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തനത്തിൽ നിന്നും മരിക്കുന്നില്ല. ഏതെങ്കിലും തരം ഇപ്പോഴാണെങ്കിൽ പുതിയ കാലത്ത് നമ്മളെ സ്വയം പ്രകാശിപ്പിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിനൊരാളുടെയും സഹായം വേണ്ട, ഒരു പൈസയും വേണ്ട, കയ്യിലൊരു ചെറിയൊരു മൊബൈൽ ഫോണ്, അതിലിപ്പോൾ മലയാളത്തിൽ എഴുതാനുള്ള സംവിധാനമുണ്ട്, പറഞ്ഞാൽ എഴുതുന്ന സംവിധാനമുണ്ട്, അത് മതി. അതുകൊണ്ട് അങ്ങനെ മരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഔദ്യോഗികമായ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ വീണ്ടും മാധ്യമപ്രവർത്തനത്തിലേക്ക് തിരിച്ചെത്തണമെന്നും, അപ്പോൾ പ്രായം കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ. നമ്മളിപ്പോൾ ശാരീരികമായ അവശതകളുണ്ടാവും, അത് വേറെ. എന്നാൽ പോലും ഒരു വലിയ തോതിൽ നമുക്ക് ഇടപെടാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, സാമൂഹിക സാഹചര്യം പുറത്തുണ്ട് എന്ന് കരുതുന്നിടത്തോളം നമുക്കെങ്ങനെയാണ് വെറുതെ ഇരിക്കാനാവുക? അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമ വിമർശനം എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടായിരിക്കുമല്ലോ മുഖ്യധാരാ മാധ്യമങ്ങളുടെയൊക്കെ ഏറ്റവും കടുത്ത വിമർശനം, അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഇടതുപക്ഷത്തെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ശത്രുതയെ മറികടക്കൽ മാത്രമല്ല, ഇവരുടെ ഈ ശത്രുക്കളുടെ ഉദ്ദേശശുദ്ധി തുറന്നു കാണിക്കുന്നതിൽ അവരുടെ തുണി ഉരിഞ്ഞ് കാണിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതും ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരായിരിക്കും. എൻ്റെ ഒരു പക്ഷേ ഈ ഏതാണ്ട് 4 പതിറ്റാണ്ടോടടുക്കും, 4 പതിറ്റാണ്ട് പൂർത്തിയാവില്ല, ഒരു 38-39 വർഷം പൂർത്തിയായ എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്,
ഈ ഇടതുപക്ഷത്തെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തുറന്നു കാണിക്കാൻ പരമാവധി എനിക്കാവുന്ന വിധം പരിശ്രമിച്ചു എന്നതാണ്. ഈ പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഞാനീ പറഞ്ഞതുപോലെ ഓർമ്മിച്ച് വെക്കാനുള്ള ഒന്നും സാധാരണ ദൈനംദിന മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടാവാറില്ല. പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളുടെയും അതുപോലെ ഒരു കാര്യം മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ വിട്ടുപോയെന്നുണ്ട്. ചില കോളങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. അത് ഇടയ്ക്ക് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിലൊന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ഉള്ളത് പറഞ്ഞാൽ എന്ന കോളമായിരുന്നു. ശതമന്യം എന്ന പേരിലാണ് എഴുതിയത്. അപ്പോൾ അത് പിന്നീട് പുസ്തകമായിട്ട് വന്നതുകൊണ്ടും വലിയ വാർത്തകളായി മാറിയതുകൊണ്ടും ആ പേര് പറയുന്നതിനൊന്നും ഇപ്പോൾ ഒരു മടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത ലക്കങ്ങൾ അതിൽ പിന്നീട് നിലനിൽക്കുമെന്ന് തോന്നുന്നവ എഡിറ്റ് ചെയ്ത് 3 പുസ്തകം ഇറങ്ങിയിരുന്നു. അതിൽ 2 എണ്ണമാണ് കാര്യമായിട്ട് പോയത്. പിന്നെ അതുപോലെ ലാവലിൻ വിഷയവുമായി ബന്ധപ്പെട്ട് RSSുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ അതത് ഘട്ടത്തിലുള്ള പുസ്തകമായി രചിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതത് ഘട്ടത്തിൽ എഴുതുന്ന ലേഖനങ്ങൾ സമാഹരിച്ച് പുസ്തകങ്ങളായി വന്നിട്ടുണ്ട്. അതൊരു കാലാതിവർത്തിയായ എന്തെങ്കിലും ഒരു സംഭാവനയാണ് എന്ന് പറയാനാവില്ല. എന്നാൽ പുസ്തകരചന ഒരു അന്യമായൊരു കാര്യമാണ് എന്നൊന്നും കരുതുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും എഴുതുന്നുണ്ടല്ലോ. എഴുതുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നൊരു ഘട്ടത്തിൽ ഒരു ആഴ്ചയിൽ കുറഞ്ഞത് 7 പീസ് എഴുതേണ്ടി വരുമായിരുന്നു. അത് ഒരു 3 കോളങ്ങൾ വ്യത്യസ്ത പേരുകളിലാണ്. ഇടക്കാലത്ത് വന്നതാണ് 2 സ്ഥിരമായിട്ട് 2 കോളം, അതോടൊപ്പം ഒരു 3-4 ദിവസം എഡിറ്റോറിയൽ, പിന്നെ സ്വന്തം പേര് വെച്ചിട്ടുള്ള ലേഖനം വേറെ. ഇങ്ങനെ പിന്നെ ഈ മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്ക്, പാർട്ടി പ്രസിദ്ധീകരണങ്ങൾക്കാണ് പ്രധാനമായിട്ടും കൊടുക്കുന്ന ലേഖനങ്ങൾ വേറെ. അപ്പോൾ ഒരു ദിവസം ഒരു ലേഖനം എന്ന രീതിയിൽ രാഷ്ട്രീയ ലേഖനമാണ് ചുരുങ്ങി അത് എഴുതിക്കൊണ്ട് വരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞു വന്നത് പുസ്തകങ്ങളെക്കുറിച്ചാണ്. പുസ്തകങ്ങളതങ്ങനെ വന്നു. പിന്നെ കുറേ പുസ്തകങ്ങൾ എഡിറ്റിംഗ് സഹായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ രചനയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. അതിൽ മാധ്യമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പലപ്പോഴും പിന്നെ നമുക്ക് നമ്മുടെ ഒരു അവസ്ഥ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിലോ ഇരുന്നിട്ട് ഒരു പുസ്തക രചനയിൽ സഹായിച്ചാൽ ആ രചയിതാവ് അല്ലെങ്കിൽ ആ എഡിറ്റർ നിങ്ങളുടെ പേര് വയ്ക്കട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നേ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ മറ്റുള്ളവർക്ക് വിവരങ്ങൾ നൽകുക എന്ന ഉത്തരവാദിത്തമാണ് ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തം എന്നാണ് ഞാൻ കരുതുന്നത്. ഫാമിലിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഭാര്യ R. ശ്രീലത, പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയം എന്ന സ്ഥലത്താണ് വീട്. ദേശാഭിമാനിയിൽ 1988 എത്തുന്നത്. എത്തിയ 6 മാസത്തിനകം ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ദേശാഭിമാനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അക്കൗണ്ട്സ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ മക്കൾ 2 പേരാണ്. ഒന്ന് അമൽ നേരത്തെ റിപ്പോർട്ട് TV ക്യാമറാമാനായിരുന്നു. പിന്നീട് സ്വന്തമായൊരു ഓൺലൈൻ ഒരു പോർട്ടൽ തുടങ്ങി. ആ പോർട്ടൽ ഇപ്പോഴുണ്ട്, എന്നാൽ അതൊരു സാമ്പത്തിക വിജയമാണെന്ന് പറയാൻ കഴിയില്ല. അതോടൊപ്പം പ്രിൻറ്റിങ്, പിന്നെ സോഷ്യൽ മീഡിയ കവറേജ് 2 ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ അവർ ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം പിന്നെ തൃശ്ശൂരല്ല, എറണാകുളം ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ തിരിച്ച് ഒരു മകനാണുള്ളത്, റയാൻ. പിന്നെ മകള് അഭിഭാഷക വൃത്തിയാണ് പഠിച്ചത്. കുഞ്ഞായതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ മകളുടെ ഹസ്ബൻഡ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. മകളുടെ പേര് ദേവി, മകളുടെ ഹസ്ബൻഡിൻ്റെ പേര് അഡ്വക്കേറ്റ് ഗോകുൽ സുധാകർ, കുഞ്ഞ് ഇഷ.
ഇത്രയാണ് കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം വാങ്ങി വീട് പണിയുക എന്നത് ഒരു സാധാരണക്കാരൻ്റെ അതിമോഹമാണ് എന്നൊന്നും പറയില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ആഗ്രഹിച്ച് നടപ്പാക്കാനാവാത്ത ഒരു അതിമോഹമായിട്ടാണ് ഉള്ളത്. വീട് സ്വന്തം നാട്ടിൽ അവിടെ കൂത്തുപറമ്പിലാണ് ഒരു വീട് പണിതിട്ടുള്ളത്. അപ്പോൾ മാധ്യമപ്രവർത്തനം അവസാനിക്കുന്നില്ലെങ്കിലും ഔദ്യോഗിക മാധ്യമപ്രവർത്തനം അവസാനിച്ചാൽ കൂത്തുപറമ്പിൽ ചെന്ന് അവിടെ ഒരു സാധാരണ മനുഷ്യനായി, ഇപ്പോൾ സാധാരണ മനുഷ്യനല്ല എന്നല്ല, അവിടെ ഒരു പഴയ മനുഷ്യനായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം.